ഹായ് എവരി വൺ, വെൽക്കം ടു ദിശ അക്കാഡമി. ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത അറിയാമല്ലോ, എന്തായിരുന്നു? ഹിസ്റ്ററി ഡേ ആയിരുന്നു. അപ്പോൾ നിങ്ങൾ രാവിലെ മുതൽ ഹിസ്റ്ററിയുടെ പല പാർട്ടുകൾ നിങ്ങൾ കണ്ടു. ഏൻഷ്യൻ ഹിസ്റ്ററി കണ്ടു, ഉച്ച കഴിഞ്ഞ് എന്താണ് മെഡീവൽ ഹിസ്റ്ററി കണ്ടു. ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് മോഡേൺ ഹിസ്റ്ററി ആയിട്ടാണ്. ഓക്കെ, അപ്പോൾ മോഡേൺ ഇന്ത്യയെ പറ്റി പഠിക്കുമ്പോൾ ഉള്ള കാര്യമാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്നിപ്പോൾ വൈകുന്നേരം നമുക്ക് മോഡേൺ ഇന്ത്യയുടെ സെഷൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ അത് പറയുന്നതിന് മുൻപ് തന്നെ കുറച്ച് കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. കുറേ കുട്ടികളുടെ ഒരു സംശയമാണ്, എങ്ങനെയാണ് ഹിസ്റ്ററി പഠിക്കുക, അല്ലെങ്കിൽ ഒരുപാട് വർഷങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്, ഇതൊക്കെ ഏതൊക്കെ നമ്മൾ പഠിച്ചു വെക്കണം, എല്ലാം കൂടി കൺഫ്യൂഷൻ ആവുന്നത്, അല്ലെങ്കിൽ ഒന്നും ഓർത്തിരിക്കാൻ പറ്റില്ല, പല പേരുകൾ പല കാര്യങ്ങൾ ഒന്നും ഓർത്തിരിക്കാൻ പറ്റില്ല. കാരണം ഏൻഷ്യൻ്റ് മുതൽ നമ്മൾ മോഡേൺ ഇന്ത്യ വരെ പഠിച്ചു കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഒരുമാതിരി കിളിയെല്ലാം പോകും. ഓക്കെ, അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾ എങ്ങനെ മറികടക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സ്റ്റോറി പോലെ പഠിച്ചു വെക്കുക. ഓക്കെ, ഒരു സ്റ്റോറി ലൈൻ പോലെ പഠിച്ചു വെക്കുക, ഒരു കഥ പോലെ അറിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഈ വർഷങ്ങളൊക്കെ എന്ത് ചെയ്യാം, അതിൻ്റെ കൂടെ തന്നെ പഠിച്ചു പോകാൻ പറ്റും. ഓക്കെ, അതിന് വലിയൊരു ബാലികറ മലയൊന്നും അല്ല. ഓക്കെ, അപ്പം നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇതൊരു സ്റ്റോറി പോലെ കഥ പോലെ തന്നെ അറിഞ്ഞു വെക്കുക. എന്നിട്ട് അതിൻ്റെ കൂടെ എന്ത് ചെയ്യുക, ആ ഇയേഴ്സും കൂടി ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സിനിമ കാണുന്ന ആ ഫീൽഡിൽ തന്നെ നമുക്ക് ഈ ഇയേഴ്സും കാര്യങ്ങളെല്ലാം പഠിച്ചു പോകാൻ പറ്റും. ഓക്കെ, അങ്ങനെ പഠിക്കുകയാണെങ്കിൽ ഹിസ്റ്ററി ആയിരിക്കും ഏറ്റവും നല്ല സബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് സബ്ജക്റ്റ്. കാരണം നമുക്കറിയാം പൂർവികരെ പറ്റിയൊക്കെ പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ മുൻകാലമുള്ള ഫ്രീഡം ഫൈറ്റേഴ്സിനെ പറ്റി പഠിക്കുമ്പോൾ ഒക്കെ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആണ്. ഓക്കെ, നമ്മളിപ്പം ഒരുപാട് സിനിമകളും എന്താണ് ഇതേ ബേസ് ചെയ്തിട്ട് ഇറങ്ങുന്നുണ്ട്. നമ്മൾ ആ ലാഘവത്തോടെ നമ്മൾ സിനിമ കാണുന്നുള്ളൂ, അതേ ലാഘവത്തോടെ ആ പഠിത്തത്തിലും കൂടി ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ ഏറ്റവും നല്ല സബ്ജക്റ്റ് ആയിരിക്കും ഹിസ്റ്ററി എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ അധികം വലിച്ചു നീട്ടുന്നില്ല, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. മോഡേൺ ഇന്ത്യ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ മോഡേൺ ഇന്ത്യയുടെ കാര്യം പറയുമ്പോൾ നിങ്ങൾ മീഡിയവിൽ വരെ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മൾ പറയുന്നത് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് കുറച്ചൊരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കറിയാം ഇന്ത്യയിൽ പല ആൾക്കാരും വന്നു പോയിട്ടുണ്ട്. ഓക്കെ, യൂറോപ്യൻസിലെ പല ആൾക്കാരും എന്ത് ചെയ്തിട്ടുണ്ട്, ഇന്ത്യയിൽ വന്നിട്ടുണ്ട്. യൂറോപ്യൻസ് മാത്രമല്ല, അതിന് മുമ്പും അറബ്സും കാര്യങ്ങളെല്ലാം ആരൊക്കെ വന്നിട്ടുണ്ട്, ഒരുപാട് ആൾക്കാർ കച്ചവടമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം അവരെല്ലാം എന്താണ്, ഇന്ത്യയുടെ റിസോഴ്സസ് കണ്ടാണ് വരുന്നത്. കാരണം ഇന്ത്യ എന്ന് പറയുന്നത് ഇറ്റ്സ് എ വാസ്റ്റ് കൺട്രി ഓഫ് റിസോഴ്സ് ആണ്, അല്ലേ? ഒരു വലിയൊരു റിസോഴ്സിൻ്റെ ഒരു പീഠമാണ് എന്ത്, ഇന്ത്യ എന്ന് പറയുന്നത്. കാരണം ഇവിടുന്ന് റിസോഴ്സസ് എടുക്കുക എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചത് വലിയൊരു കാര്യമാണ്. കാരണം നമുക്കന്ന് ഇൻഡസ്ട്രിയലൈസേഷൻ വന്നിട്ടില്ല. അപ്പോൾ ഇവിടുത്തെ റിസോഴ്സസ് കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ടുപോയി എന്ത് ചെയ്യുക, അതിനെ ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കി കൊണ്ടുവരിക എന്നുള്ളത്, അത് ഇവിടെ കൊണ്ടുവന്ന് വിൽക്കുക എന്നുള്ളതൊക്കെ അവരുടെ ഒരു ഇമ്പാക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഞാൻ പോളിറ്റി പഠിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞതായിരുന്നു, ഏജ് ഓഫ് ഡിസ്കവറി എന്ന് പറയുന്ന പോളിസി യൂറോപ്യൻസുകാർ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏജ് ഓഫ് ഡിസ്കവറി എന്ന് പറയുമ്പോൾ എന്താണ്, യൂറോപ്യൻസിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സിനെ ലോകമെമ്പാടും അയക്കുക എന്നുള്ളതാണ്. വെസ്റ്റിലോട്ടും ഈസ്റ്റിലോട്ടും അയക്കുക എന്നാണ്. നമുക്കറിയാം യൂറോപ്പ് എന്ന് പറയുന്നത് ഏകദേശം ഒരു നടുഭാഗത്തായിട്ടാണ് വരുന്നത്. അപ്പോൾ വെസ്റ്റിലോട്ടും പോവും, ഈസ്റ്റിലോട്ടും അയക്കുക എന്നുള്ളത്, ലോകമെമ്പാടും എന്ത് ചെയ്യുക, അവരുടെ റെപ്രസെൻറ്റേറ്റീവ്സിനെ അയക്കുക എന്നുള്ളത് ആരെ സംബന്ധിച്ചോളം, യൂറോപ്പിനെ സംബന്ധിച്ച് അവരുടെ ഒരു പോളിസി ആയിരുന്നു. ഓക്കെ, അതിൻ്റെ ഭാഗമായിട്ട് ഏർലി 16th സെഞ്ച്വറിക്ക് മുമ്പ് തന്നെ എന്താണ്, ആദ്യം വരുന്നത് വെസ്റ്റിലേക്കാണ്. അതിൻ്റെ ഫലമായിട്ടാണ് അമേരിക്കയൊക്കെ അവരെന്ത് ചെയ്യുന്നത്, കൊളോണൈസ് ചെയ്യുന്നത്. പക്ഷേ അമേരിക്കയൊക്കെ പെട്ടെന്ന് തന്നെ എന്താണ് ഇൻഡിപെൻഡൻസ് നേടിയെടുക്കുന്നുണ്ട്, അല്ലേ? എന്നിട്ടാണ് എന്ത് 16th സെഞ്ച്വറിക്ക് ആകുമ്പോഴത്തേക്കാണ് എന്ത്, നമ്മുടെ ഏഷ്യയിലോട്ടും അതുപോലെ തന്നെ ഇന്ത്യയിലോട്ടൊക്കെ ആൾക്കാർ വരുന്നത്. ഓക്കെ, അതിൻ്റെ ഫലമായിട്ട് ഇവിടെ വന്നിറങ്ങുന്ന ആൾക്കാരാണ് ആര്, ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കാരെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കാർ ഇവിടെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കച്ചവടത്തിന് മാത്രമല്ല, ഇപ്പോൾ പല ഹിസ്റ്റോറിയൻസ് പല രീതിയിൽ പറയുന്നുണ്ട്, ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കാർ ഇവിടെ ഇന്ത്യയിൽ വന്നത് ഇൻറ്റൻഷനോടാണോ, അല്ലെങ്കിൽ ഇൻറ്റൻഷൻ ഇല്ലാതെയാണോ, അല്ലെങ്കിൽ ആക്സിഡൻ്റ് ആയിട്ട് അവർ ഇവിടെ വന്ന് ആധിപത്യം സ്ഥാപിച്ചതാണോ എന്നൊക്കെ പല രീതിയിലുള്ള വാദങ്ങളുണ്ട്. ഓക്കെ, പല ആൾക്കാരും പല പേഴ്സ്പെക്റ്റീവിലുള്ള വാദങ്ങൾ പറയുന്നുണ്ട്. ബട്ട് നമുക്കൊരു കുറച്ചും കൂടി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഫോം എന്ന് പറയുന്നത്, അവർക്കൊരു ഇൻറ്റൻഷൻ ഉണ്ടായിരിക്കണം. കാരണം ഏജ് ഓഫ് ഡിസ്കവറി എന്ന് പറയുന്ന പോളിസി വെച്ചിട്ട് അവർക്കൊരു ഇൻറ്റൻഷൻ ഉണ്ടായിരിക്കും. എന്താ ഇൻറ്റൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇമ്പീരിയലൈസ് ചെയ്യുക, എല്ലാ കൺട്രീസിനും ഇമ്പീരിയലൈസ് ചെയ്യുക, അല്ലെങ്കിൽ കൊളോണൈസ് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇമ്പീരിയലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഇമ്പീരിയലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യത്തിൻ്റെ മേളിൽ മറ്റൊരു രാജ്യം ആധിപത്യം സ്ഥാപിക്കുന്നതാണ് എന്ന് പറയാം ഇമ്പീരിയലൈസേഷൻ എന്ന് പറയുന്നത്. ഇനി കൊളോണിയലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, കൊളോണിയലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തെ കോളനിയാക്കി മാറ്റുന്നതാണ് കൊളോണിയലൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഇമ്പീരിയലൈസേഷൻ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, ഒരു രാജ്യത്തിൻ്റെ മേലെ മറ്റൊരു രാജ്യം ആധിപത്യം സ്ഥാപിക്കുമ്പോഴാണ് അതിന് ഇമ്പീരിയലൈസേഷൻ എന്ന് പറയുന്നത്. പക്ഷേ ഈ ഇമ്പീരിയലൈസേഷൻ ഏതൊക്കെ രീതിയിലാണ് അവർ നേടിയെടുക്കുന്നത്, ബൈ മിലിറ്ററി മീൻസ്, പട്ടാള മാർഗ്ഗത്തിലോ അല്ലെങ്കിൽ സൈനിക നടപടിയിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, ഒരു രാജ്യത്തിൻ്റെ മേലെ ആധിപത്യം അവർ സ്ഥാപിച്ചെടുക്കുന്നത്. അതുപോലെ തന്നെ കൊളോണിയലൈസേഷൻ വഴി എന്ത് ചെയ്യാം, ഒരു രാജ്യത്തിൻ്റെ മേലെ എന്ത് ചെയ്യാം, ആധിപത്യം സ്ഥാപിച്ചെടുക്കാം. ഓക്കെ, അതുപോലെയാണ് ഈ പറഞ്ഞ കാര്യം. ഈ കൊളോണിയലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യത്തെ എന്ത് ചെയ്യുക, അവിടുത്തെ റിസോഴ്സസ് കൊണ്ടുപോയിട്ട് അതിനെ ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കിയിട്ട് ആ രാജ്യത്ത് ഈ കോളനീസിൽ തന്നെ കൊണ്ടുവന്ന് വിൽക്കുക എന്നുള്ളതാണ് കൊളോണിയലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഇവിടെ വന്ന് കൊണ്ട് വിൽക്കുമ്പോൾ നമ്മൾ ആ സാധനം വാങ്ങും, നമ്മൾ അങ്ങോട്ട് പൈസ കൊടുക്കേണ്ടി വരും.
ആണല്ലോ. അപ്പോൾ ആ പൈസ കൊടുക്കുന്നതൊക്കെ എങ്ങോട്ടാണ് പോകുന്നത്? ബ്രിട്ടൻ ട്രഷറിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെതായ ഒരു ഗുണം ആർക്കുണ്ട്? ബ്രിട്ടൻകാർക്കുണ്ട്. അപ്പോൾ അവരുടെ പ്രോഫിറ്റിന് വേണ്ടിയിട്ടാണ് അവരിവിടെ എന്ത് ചെയ്യുന്നത്? ആധിപത്യം സ്ഥാപിക്കുന്നതെന്നൊക്കെ മനസ്സിലാക്കാം. അപ്പോൾ അതിൻ്റെ ഫലമായിട്ടാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കാരൊക്കെ ഇവിടെ വരുന്നത്. ഓക്കെ, അപ്പോൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കാർ ഇവിടെ വന്ന് എങ്ങനെയാണ് അവരൊരു അടിത്തറ പാകിയത് മുതലുള്ള കാര്യങ്ങൾ പറയണം. അതായത് എങ്ങനെയാണ് ബ്രിട്ടൻ, നമുക്ക് അത് മുതലാണ് നമുക്ക് മോഡേൺ ഇന്ത്യ സ്റ്റാർട്ട് ആവുന്നത്. ബ്രിട്ടൻ എങ്ങനെയാണ് ഇന്ത്യയിൽ വന്നിട്ട് ഒരു അടിത്തറ പാകിയ ഒരു ബേസ്മെന്റ് വെച്ചത് എന്നുള്ളത് നമുക്ക് നോക്കാം. അതിൽ ഒന്നാമത്തെ കാര്യമാണ് എന്ത്? ബാറ്റിൽ ഓഫ് പ്ലാസി എന്ന് പറയുന്നത്. ബാറ്റിൽ ഓഫ് പ്ലാസി അല്ലെങ്കിൽ പ്ലാസി യുദ്ധം. ഓക്കെ, ബാറ്റിൽ ഓഫ് പ്ലാസി എന്ന് പറയുന്നത് 1757 അല്ലേ, 1757 നടക്കുന്ന 1757 നടക്കുന്ന യുദ്ധമാണ് എന്ത്? ബാറ്റിൽ ഓഫ് പ്ലാസി എന്ന് പറയുന്നത്. ഇവിടുത്തെ രാജാക്കന്മാരും യൂറോപ്യൻസുകാരും അല്ലെങ്കിൽ ബ്രിട്ടൻകാരും തമ്മിൽ നടന്ന ഒരു യുദ്ധമാണ് 1757. ഈ ഒരു യുദ്ധത്തിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്? ബ്രിട്ടൻകാർ ഇവിടെ എന്ത് ചെയ്യുന്നത്? കംപ്ലീറ്റ് മിലിറ്ററി പവർ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. പൂർണ്ണമായിട്ടുള്ള സൈനിക നടപടി അവരിവിടെ ആധിപത്യം സ്ഥാപിക്കുന്നത് ഈ ഒരു യുദ്ധത്തിന് ശേഷമാണ്, ബാറ്റിൽ ഓഫ് പ്ലാസി. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് ബാറ്റിൽ ഓഫ് പ്ലാസി വന്നതെന്നുള്ളത് നോക്കാം. ഓക്കെ, ബാറ്റിൽ ഓഫ് പ്ലാസി പറയുന്നതിന് മുമ്പ് തന്നെ എന്താണ് 1700 മുർഷിദ് കുലി ഖാൻ ആയിരുന്നു എന്ന് ബംഗാളിലെ ദിവാൻ എന്ന് പറയുന്നത്. അന്ന് ബംഗാൾ ഭരിച്ചിരുന്നത് ദിവാൻ എന്ന പേരിലാണ്, അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്റർ എന്നൊക്കെ പറയാം. ദിവാൻ എന്നുള്ള പേരിൽ പ്രൈം മിനിസ്റ്റർഷിപ്പ് എന്ന് പറയാം. ഓക്കെ, അന്ന് നവാബായിരുന്ന ആരായിരുന്നു? ഈ പറയുന്ന മുർഷിദ് കുലി ഖാൻ ആയിരുന്നു. 1700 അല്ലേ, 1700 എന്നാണ് മുർഷിദ് കുലി ഖാൻ ആയിരുന്നു എന്ത്? ദിവാൻ ഓഫ് ദി ബംഗാൾ എന്ന് പറയുന്നത്. പുള്ളിക്കാരനെ സക്സീഡ് ചെയ്ത് വന്ന ആളാണ് സണ്ണിൻലോ ആയിരുന്നു ആര്? ഷുജാവുദ്ദീൻ. അത് കുറച്ച് നാൾ കഴിയുമ്പോൾ മുർഷിദ് കുലി ഖാൻ എന്താണ് മരിച്ചു പോകുന്നുണ്ട്. പകരം ആര് വരുന്നുണ്ട്? പുള്ളിക്കാരൻ്റെ മരുമകനായ ഷുജാവുദ്ദീൻ വരുന്നുണ്ട്. ഓക്കെ, ഈ ഷുജാവുദ്ദീൻ കഴിഞ്ഞിട്ട് ഒരാൾ വരുന്നുണ്ട്. ആരാണ്? സർഫ്രസ് ഖാൻ എന്ന് പറയുന്ന ഒരാൾ വരുന്നുണ്ട്. ഈ സർഫ്രസ് ഖാനെ ആര് കൊല്ലുന്നുണ്ട്? അലിവർദി ഖാൻ എന്ന് പറയുന്ന ആള് ആര് കൊല്ലുന്നുണ്ട്? സർഫ്രസ് ഖാനെ കൊല്ലുന്നുണ്ട്. ഓക്കെ, അതായത് ആദ്യം വന്നത് മുർഷിദ് കുലി ഖാനാണ്. മുർഷിദ് കുലി ഖാനും മരിച്ചു പോയതിന് ശേഷം വീണ്ടും വരുന്ന ആരാണ് വരുന്നത്? അയാളുടെ മരുമകനായ ഷുജാവുദ്ദീൻ വരുന്നുണ്ട്. ഷുജാവുദ്ദീന് ശേഷം വരുന്നതാണ് ആര്? ഈ പറയുന്ന സർഫ്രസ് ഖാൻ എന്നാണ്. ഷുജാവുദ്ദീൻ്റെ മകനായിരുന്നു സർഫ്രസ് ഖാൻ എന്ന് പറയുന്നത്. അപ്പോൾ സർഫ്രസ് ഖാൻ അത്രയും ഒരു രാജ്യം ഭരിക്കാനുള്ള ഒരു പവറും അങ്ങനത്തെ ഒരു കഴിവൊന്നുമില്ല. അതുകൊണ്ട് തന്നെ സർഫ്രസ് ഖാനെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? സിംഹാസനത്തിൽ നിന്ന് മാറ്റുന്നുണ്ട്. അത് വെട്ടിപ്പിടിക്കുന്നുണ്ട്. ആര്? അലിവർദി ഖാൻ എന്ന് പറയുന്നതാണ്. ഓക്കെ, അപ്പൊ ഈ അലിവർദി ഖാൻ എന്ന് പറഞ്ഞ ചതിയിലൂടെയൊക്കെയാണ് എന്ത് ആ യുദ്ധം പുള്ളിക്കാരന്റെ സിംഹാസനം പിടിച്ചെടുത്തത്. അപ്പൊ ഈ അലിവർദി ഖാന് ഇത് മേടിച്ചെടുത്തതിന് ശേഷം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരനായി ബംഗാളിലെ ദിവാനായി മാറി അലിവർദി ഖാൻ. അപ്പൊ ബംഗാളിലെ ദിവാനായി മാറിയപ്പോഴത്തേക്ക് ഈ ബംഗാൾ ഒഴികെ ബാക്കി ഇന്ത്യയുടെ മിക്ക ഭാഗങ്ങളും എന്തുണ്ടായിരുന്നു? മറാത്തക്കാർ എന്ത് ചെയ്യുന്നുണ്ട്? അവർ കയറി അറ്റാക്ക് ചെയ്യുന്നുണ്ട്. മറാത്താസ് കയറി അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ബാക്കി മിക്ക പ്രദേശം മറാത്താസിന്റെ എന്ത് ചെയ്യുന്നുണ്ട്? അറ്റാക്ക് നടക്കുന്നുണ്ട്. പക്ഷെ ബംഗാൾ മാത്രം തൊടുന്നില്ല. കാരണം എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഇവർ അത്രയും പവർഫുൾ ആയിരുന്നു. ഇവരെ തൊടാൻ മാത്രം ധൈര്യം അവർക്ക് ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇവരെ തൊടാതിരുന്നത്. പക്ഷേ ഈ ഒരു സംഭവം ആര് യൂട്ടിലൈസ് ചെയ്തു? ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കാർ യൂട്ടിലൈസ് ചെയ്തു. കാരണം ആ സമയത്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ ഫോർട്ട് വില്യം, കൽക്കട്ടയിൽ ഒരു കോട്ടയൊക്കെ അവർ പണിതു. ആ സമയത്ത് എന്താണ് ഇവർ എന്ത് ചെയ്യുന്നുണ്ട്? അവർ ഈ ഒരു യൂട്ടിലൈസേഷൻ, അതായത് ഈ ഒരു പറയുന്ന മറാത്ത ഇൻകേർഷൻസ് അല്ലെങ്കിൽ മറാത്ത വരുന്ന സംഭവം അവരത് യൂട്ടിലൈസ് ചെയ്തു. സംഭവം ഇത്രയേ ഉള്ളൂ. ഈ മറാത്ത ഇവിടെ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് മറാത്ത ഇൻകേർഷൻസിനെ ആര് വെല്ലുവിളിക്കുന്നുണ്ട്? ഈ പറയുന്ന അലിവർദി ഖാനെ വെല്ലുവിളിക്കുന്നുണ്ട്. അങ്ങനെ അലിവർദി ഖാൻ എന്ത് ചെയ്യുന്നുണ്ട്? മറാത്താസിനെ നേരിടാൻ വേണ്ടിയിട്ട് എങ്ങോട്ട് പോകുന്നുണ്ട്? സൗത്തിലേക്ക് പോകുന്നുണ്ട്. അപ്പൊ സൗത്തിലേക്ക് പോകുന്ന ആ തക്കം നോക്കി എന്ത് ചെയ്യുന്നു? ഈ ഇവിടെ പറയുന്ന ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കാർ ഇവിടെ നിന്ന് നല്ല രീതിയിൽ കയറി പവർ വെട്ടിപ്പിടിക്കുന്നുണ്ട്. ഓക്കെ, നല്ല രീതിയിൽ അധികാരത്തിൽ അവർ വരുന്നുണ്ട്. കാരണം എല്ലാ കാര്യത്തിലും അവർ കയറി ഇടപെടാൻ തുടങ്ങി. ബംഗാളിലെ ഇന്റേണൽ അഫയേഴ്സിലെല്ലാം അവർ കയറി നല്ല രീതിയിൽ ഇടപെടാൻ തുടങ്ങി. അപ്പൊ ഇത് കണ്ട അലിവർദി ഖാൻ എന്ത് ചെയ്യുന്നുണ്ട്? തിരിച്ച് വരുന്നുണ്ട്. അപ്പൊ അലിവർദി ഖാൻ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ഈ ആര് പറയുന്നത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കാർ ഈ പറയുന്ന പോലത്തെ ഇവരുടെ ഇന്റേണൽ അഫയേഴ്സിൽ കയറി ഇടപെടുന്നത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ അലിവർദി ഖാൻ തിരിച്ച് എങ്ങോട്ടേക്ക് വരുന്നുണ്ട്? ബംഗാളിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ അവർ തമ്മിലൊരു ഒരസൽ നടക്കുന്നുണ്ട്. പക്ഷെ എന്താണ്? നിർഭാഗ്യവശാൽ കുറച്ച് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? അലിവർദി ഖാൻ മരിച്ചു പോകുന്നുണ്ട്. പ്രശ്നം ഒന്ന് വഷളായി വന്നപ്പോഴത്തേക്ക് അലിവർദി ഖാൻ മരിച്ചു പോകുന്നുണ്ട്. അതിനുശേഷം അലിവർദി ഖാൻ മരിച്ചു പോകുന്നത് എന്താണ്? ഏപ്രിൽ 1756 അപ്പൊ അലിവർദി ഖാൻ മരിച്ച ശേഷം സക്സീഡ് ചെയ്ത് പുള്ളിക്കാരൻ്റെ എന്താണ്? ഗ്രാൻഡ് സൺ ആണ്. അയാളുടെ പേരാണ് എന്ത്? സിറാജുദ്ദൗള എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ പേരാണ് സിറാജുദ്ദൗള എന്ന് പറയുന്നത്. അത് അലിവർദി ഖാൻ മരിച്ചു കഴിഞ്ഞാൽ 1756 അദ്ദേഹം മരിക്കുന്നത്. അദ്ദേഹത്തിന്റെ മകൻ അദ്ദേഹത്തിന്റെ ഗ്രാൻഡ് സൺ എന്ത് ചെയ്യുന്നുണ്ട്? പുള്ളിക്കാരനാണ് അടുത്ത രാജ്യാധികാരി വരുന്നത്. ആരാ? സിറാജുദ്ദൗള എന്ന് പറയുന്നത്.
ഓക്കെ, സിറാജുദ്ദൗള. പക്ഷേ ഈ സിറാജിന് വലിയ പ്രായമൊന്നുമില്ല, 13 വയസ്സേ ഉള്ളായിരുന്നു രാജ്യം കിട്ടുമ്പോൾ. അപ്പം അതുകൊണ്ട് തന്നെ എന്താണ്, സിറാജുദ്ദൗളയെ ആക്കിയതിന്റെ പേരിൽ സിറാജുദ്ദൗലയ്ക്ക് ആ രാജ്യത്ത്, അതായത് അവരുടെ കിങ്ഡത്തിൽ നിന്ന് ഒരുപാട് ശത്രുക്കൾ ഉണ്ടാക്കിയെടുത്തു. പലരും വിചാരിച്ചത് പല ആൾക്കാർ, വേറെ കുറച്ച് ആൾക്കാർക്കായിരിക്കും അധികാരം കിട്ടാൻ പോകുന്നതെന്നാണ് വിചാരിച്ചത്. പക്ഷേ ആ ഒരു നടപടി അല്ലെങ്കിൽ അക്ബർ ഖാന്റെ ആ ഒരു നടപടി എന്താണ്, പുള്ളിക്കാരനെ ആ കിങ്ഡത്തിന്റെ അകത്ത് തന്നെ ഒരുപാട് ശത്രുക്കളെ സമ്മാനിച്ചു. അതിൽ ഒന്നാമത്തെ ആളാണെന്ത്, നവാബ് ഓഫ് പൂർണിയ ഷൗക്കത്ത് ജംഗ് എന്ന് പറയുന്ന ആള്. ഷൗക്കത്ത് ജംഗ് എന്ന് പറയുന്ന ആള് അതിൽ ഒന്നാമത്തെ ആള്. അതായത് ഈ സിറാജിനെ ആക്കിയതിൽ എന്തോ ഇഷ്ടക്കേട് പ്രകടിപ്പിച്ച ഒരാളാണ് ഷൗക്കത്ത് ജാൻ എന്ന് പറയുന്നത്. അത് അദ്ദേഹം എന്ന് പറഞ്ഞാൽ എന്താണ്, പൂർണിയയിലെ എന്താണ് നവാബാണെന്ന് മനസ്സിലാക്കുക. അടുത്ത ഒരു ആന്റി ഉണ്ടായിരുന്നു, ഒരു എന്താ പുള്ളിക്കാരുടെ ഒരു ആന്റി ആയിട്ട് ഒരാളുണ്ടെന്ന്, അതാണ് ഗസിറ്റി ബീഗം എന്ന് പറയുന്നത്. ഗസിറ്റി ബീഗം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിബല്യസ് കമാൻഡർ ഉണ്ടായിരുന്നു, ഒരു ധാർഷ്ട്യക്കാരനായ അവരുടെ കമാൻഡർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേരാണ് ആര്, മിർ ജാഫർ എന്ന് പറയുന്നത്. ഈ പേര് നോട്ട് ചെയ്ത് വെക്കണം, പിന്നീട് ഈ പുള്ളിക്കാരൻ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ 3 പേരുടെ ശത്രുക്കളായിട്ട് ആര് വരുന്നുണ്ട്, സിറാജിന്റെ ശത്രുക്കളായിട്ട് വരുന്നുണ്ട് ആ രാജകുടുംബത്തിൽ തന്നെ. ഒന്നെന്ന് പറയുന്നത് പൂർണിയയിലെ നവാബായ ആര്, ഷൗക്കത്ത് ജംഗ്. പിന്നെ ഒരു ഹോസ്റ്റൽ ഔണ്ട് ഉണ്ടായിരുന്നു, അദ്ദേഹത്തെ അവരുടെ പേരാണ് എന്ത്, ഗസ്തി ബീഗം എന്ന് പറയുന്നത്. പിന്നെ ഒരു റിബല്യസ് കമാൻഡർ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ പേരാണ് എന്ത്, മിർ ജാഫർ എന്ന് പറയുന്നത്. തീർന്നില്ല, ഇവിടെ മാത്രമല്ല, ഇനി അവരുടെ രാജുകളിൽ അവരുടെ കോർട്ടിൽ തന്നെ ഒരുപാട് ആൾക്കാർക്ക് എന്താണ്, സിറാജുദ്ദൗളയെ രാജാവാക്കി മാറ്റിയതിൽ എതിർപ്പുണ്ടായിരുന്നു. അതിൽ അടുത്ത ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഡൊമിനന്റ് കാറ്റഗറിയാണ്. ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ കോർട്ടിനകത്തുണ്ടായ ജഗത് സേത്ത്, ഒമ്നി ചന്ദ്, റായ് ഭല്ലഭ്, റായ് ദുർലഭ് ആൻഡ് അതേഴ്സ് ഹു വെയർ ഒപ്പോസ്ഡ് ടു ഹിം. അല്ലേ, ആ നേരത്തെ പറഞ്ഞ ആൾക്കാർ കൂടാതെ ഇവരും കൂടി എന്താണ്, സിറാജുദ്ദൗലയ്ക്ക് എതിരെ തിരിയുന്ന ആൾക്കാരാണ്. ആരൊക്കെയാ പറഞ്ഞ, ജഗത് സേത്ത്, ഒമ്നി ചന്ദ്, റായ് ഭല്ലഭ്, റായ് ദുർലഭ്. ഇത്രയും ആൾക്കാർ എന്താണ് സിറാജുദ്ദൗളയെ രാജാധികാരം കൊടുത്തത് അവർക്ക് ഇഷ്ടപ്പെടാത്ത കുറച്ച് ആൾക്കാരാണ്. അപ്പൊ ആരൊക്കെയായിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞ, നവാബ് ഓഫ് പൂർണിയയിലെ അല്ലേ, പൂർണിയയിലെ നവാബായ ആര്, ഷൗക്കത്ത് ജംഗ്. പിന്നെ ഒരു പുള്ളിക്കാരുടെ ഒരു ആന്റി ഉണ്ടായിരുന്നു, അതിന്റെ പേരാണ് എന്ത്, ഗസ്തി ബീഗം എന്ന് പറയുന്നത്. പിന്നെ എന്താണ്, ഒരു റിബല്യസ് ആയിട്ടുള്ള കമാൻഡർ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ പേരാണ് മിർ ജാഫർ എന്ന് പറയുന്നത്. ഇവർ കൂടാതെ ആ കിങ്ഡത്തിന്റെ ഉള്ളിലുള്ള വേറെ ഡൊമിനന്റ് ഗ്രൂപ്പ് ആയിരുന്നു അല്ലെ, മെജോറിറ്റി ആയിട്ടുള്ള ഗ്രൂപ്പുകളുള്ള ആൾക്കാരായിരുന്നു ആര്, ജഗത് സേത്ത്, ഒമ്നി ചന്ദ്, റായ് ഭല്ലഭ്, റായ് ദുർലഭ്. ഇത്രയും ആൾക്കാർ എന്താണ്, സിറാജുദ്ദൗളയെ രാജാധികാരം കൊടുത്തതിൽ എതിർപ്പ് പ്രകടിപ്പിച്ച ആൾക്കാരാണ്. ഓക്കെ, പക്ഷെ എന്താണ്, സിറാജുദ്ദൗള നിന്ന് കൊടുത്തില്ല, ഇവരെല്ലാം തോൽപ്പിക്കുന്നുണ്ട് പല രീതിയിൽ. എങ്ങനെയാണ്, ഷൗക്കത്ത് ജംഗിനെ എന്താണ് യുദ്ധത്തിൽ തോൽപ്പിക്കുന്നുണ്ട്. മാത്രമല്ല ഗസ്തി ബീഗത്തെ എന്ത് ചെയ്യുന്നുണ്ട്, പുള്ളിക്കാരുടെ എല്ലാ ട്രഷേഴ്സും പിടിച്ചെടുത്തിട്ട് പുള്ളിക്കാരെ കൊട്ടാരത്തിൽ നിന്ന് പുറത്താക്കുന്നുണ്ട്. പുള്ളിക്കാരൻ്റെ ആൻറ്റി, എന്ന് പറഞ്ഞ സിറാജുള്ള ആൻറ്റി ആയിരുന്നു ആര്, ഗസ്തി ബീഗം എന്ന് പറയുന്ന ആള്. അപ്പോൾ അവരെ എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ സ്വത്തുക്കളും കാര്യങ്ങളെല്ലാം പിടിച്ചത് അതെല്ലാം ഡിവസ്റ്റ് ചെയ്തിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്, കൊട്ടാരത്തിൽ നിന്ന് പുറത്താക്കുന്നുണ്ട്. അടുത്ത എന്താണ്, മിർ ജാഫറിനെ എന്ത് ചെയ്തു, ഡിസ്മിസ് ചെയ്തു. ഞാൻ പറഞ്ഞ കമാൻഡർ പൊസിഷൻ ആയിരുന്നു അല്ലെ, രാജാ കിങ്ഡത്തിന്റെ കമാൻഡർ പൊസിഷൻ ആയിരുന്നു ആര്, മിർ ജാഫർ എന്ന് പറഞ്ഞാൽ. അദ്ദേഹത്തെ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്മിസ് ചെയ്യുന്നുണ്ട്. പകരം ആരെ കൊണ്ടുവരുന്നുണ്ട്, മിർ മദനെ കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, മിർ ജാഫറിനെ ഡിസ്മിസ് ചെയ്ത് പകരം കൊണ്ടുവരുന്ന ആരാ, മിർ മദൻ എന്ന് പറയാം. മാത്രമല്ല വേറൊരു കാശ്മീരി ഓഫീസറിനെ അപ്പോയിന്റ് ചെയ്തു. അദ്ദേഹത്തിന്റെ പേരാണ് ആര്, മോഹൻലാൽ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് പഠിച്ചു വെക്കാൻ എളുപ്പമാണ് അല്ലേ, നമ്മുടെ പ്രശസ്ത നടന്റെ പേരില്ലേ, അപ്പൊ പഠിച്ചു വെക്കാൻ കുറച്ചുകൂടി എളുപ്പമാണ്. എന്നാണ് ഒരു കാശ്മീരി ഓഫീസറിനെ മോഹൻലാലിനെ എന്ത് ചെയ്യുന്നുണ്ട്, അപ്പോയിന്റ് ചെയ്ത ഓവറോൾ അഡ്മിനിസ്ട്രേറ്റർ, അതായത് രാജാവിന്റെ ആ സന്നിധിയിലെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്താൻ വേണ്ടിയിട്ട് ആരെ കൊണ്ടുവരുന്നുണ്ട്, ഈ പറയുന്ന മോഹൻലാലിനെ ഓവറോൾ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, ഓവറോൾ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുമ്പോൾ എന്താണ്, ശരിക്കും പറഞ്ഞാൽ ഒരു പ്രൈം മിനിസ്റ്ററിന്റെ റോൾ ആർക്ക് കൊടുക്കുന്നുണ്ട്, ഈ പറയുന്ന മോഹൻലാലിന് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇതായിരുന്നു എന്ത്, ആ പറയുന്ന ഒരു സിറ്റുവേഷൻ. സിറാജുദ്ദൗള രാജാധികാരം നേടിയെടുത്തപ്പോൾ ഉണ്ടായ ഒരു സിറ്റുവേഷനാണ്. അപ്പം നമ്മൾ പറഞ്ഞത് ജസ്റ്റ് ഇത്തരം കാര്യങ്ങളേ ഉള്ളൂ. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ ബാറ്റിൽ ഓഫ് പ്ലാസിയാണ് എന്ത് ചെയ്യുന്നത്, ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കാർ ഇവിടെ അടിത്തറ ഉറപ്പിക്കാൻ കാരണമായ ഒരു യുദ്ധമാണ് അല്ലേ. അല്ലെങ്കിൽ ബ്രിട്ടൻകാർ ഇവിടെ എന്താണ് കംപ്ലീറ്റ്ലി മിലിറ്ററി ഒപ്പോസിഷൻ കൊണ്ടുവന്നത്, അല്ലെങ്കിൽ മിലിറ്ററി സൂപ്രമസി കൊണ്ടുവന്നത് ഈ ഒരു യുദ്ധത്തിലൂടെയാണ്, ബാറ്റിൽ ഓഫ് പ്ലാസിലൂടെ. അതിലെന്താണ് നമ്മൾ അതിൻ്റെ ഒരു വഴിത്തിരിവാണ്, അതിൻ്റെ ഒരു നാൾ വഴികളാണ് നമ്മൾ പറയുന്നത്. 1700 സമയത്ത് ആരായിരുന്നു, മുർഷിദ് കുലി ഖാൻ ആയിരുന്നു എവിടുത്തെ നവാബ്, ബംഗാളിലെ ദിവാൻ എന്ന് പറയുന്നത്. അപ്പം മുർഷിദ് കുലി ഖാന് ശേഷം വന്ന ആളാണ് ആര്, അദ്ദേഹത്തിന്റെ മരുമകനായ ആര്, ഷുജാഉദ്ദീൻ എന്ന് പറഞ്ഞത് അല്ലേ. ഷുജാഉദ്ദീന് ശേഷം വന്ന ആളാണ് സർഫ്രസ് ഖാൻ എന്ന് പറഞ്ഞത്. സർഫ്രസ് ഖാനെ കീഴ്പ്പെടുത്തി ആര് അധികാരത്തിൽ കയറി, ഈ പറഞ്ഞ അലിവർദി ഖാൻ കയറി. ഓക്കെ, അലിവർദി ഖാൻ കയറിയപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അലിവർദി ഖാൻ കയറിയ സമയത്ത് ബംഗാൾ നല്ല രീതിയിൽ ഭരിച്ചുകൊണ്ട് പോയത്, നല്ല എഫിഷ്യൻ്റ് ആയിട്ട് ഭരിച്ചുകൊണ്ട് പോകുന്നുണ്ട്. കാരണം
ബാക്കിയുള്ള സ്ഥലങ്ങൾ മൊത്തം ആര് അറ്റാക്ക് ചെയ്യുന്നുണ്ട്? മറാത്തക്കാർ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ബംഗാൾ മാത്രമേ ഉള്ളൂ തൊടാത്തത്. കാരണം അത്രയും പവർഫുൾ ആയിരുന്നു, സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ ആയിരുന്നു, അങ്ങനെ എല്ലാം കൊണ്ടുപോയതാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് ആര് കയറി കളിച്ചു? ബ്രിട്ടൻകാർ കയറി കളിക്കുന്നുണ്ട്. എന്തോ അതിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന അവരെ വെല്ലുവിളിക്കുന്നുണ്ട്. ആരെ? അലിവർദി ഖാനെ ആര് വെല്ലുവിളിക്കുന്നു? ഈ പറയുന്ന മറാത്തക്കാർ വെല്ലുവിളിക്കുന്നു. അപ്പോൾ അതിനെ തടയിടാൻ വേണ്ടിയിട്ട് അലിവർദി ഖാൻ എന്ത് ചെയ്യുന്നു? ബംഗാളിൽ നിന്ന് എങ്ങോട്ട് പോകുന്നുണ്ട്? സൗത്തിലേക്ക് പോകുന്നുണ്ട് യുദ്ധം ചെയ്യാനായിട്ട്. ആ സമയത്ത് ഇവിടെ എന്ത് ചെയ്തു? ബ്രിട്ടൻകാര് ബംഗാളിൽ കയറി അവർ അധികാരം പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എല്ലാ കാര്യത്തിലും അധികാരം പിടിച്ചെടുത്തല്ല, അവിടെ കൊട്ടാരത്തിലെ എല്ലാ കാര്യങ്ങളും ഇന്റേണൽ അഫയേഴ്സിലെല്ലാം കയറി ഇടപെടാൻ തുടങ്ങി. അപ്പോൾ അതിൻ്റെ ബലത്തിൽ ഇതറിഞ്ഞ് ആര്? അലിവർദി ഖാൻ അവിടെ തോപ്പിച്ചിട്ട് തിരിച്ചിങ്ങോട്ട് വരുന്നുണ്ട്. തിരിച്ച് അവർ തമ്മിലൊരു ഉരസലുണ്ടാവുന്നുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ അലിവർദി ഖാൻ എന്ത് ചെയ്യുന്നുണ്ട്? മരിച്ചു പോകുന്നുണ്ട്. 1756 അദ്ദേഹം മരിച്ചു പോകുന്നുണ്ട്. അതിൽ മരിച്ചു പോയ ശേഷം അദ്ദേഹത്തിൻ്റെ എന്താണ് അദ്ദേഹത്തിന്റെ ഗ്രാൻഡ് സൺ ആണ് ആര് കയറുന്നതായിട്ട് വരുന്നത്? സിറാജുദ്ദൗളയായിട്ട് അടുത്ത രാജാവായിട്ട് വരുന്നത്. അദ്ദേഹത്തിന്റെ ഗ്രാൻഡ് സൺ ആയ സിറാജുദ്ദൗളയായിട്ട് എന്ത് വരുന്നുണ്ട്? നെക്സ്റ്റ് റൂളറായിട്ട് വരുന്നുണ്ട്. ഒക്കെ അപ്പോൾ സിറാജുദ്ദൗള വളരെ പ്രായം കുറഞ്ഞൊരു രാജാവായിരുന്നു. അതുകൊണ്ട് തന്നെ കൊട്ടാരത്തിൽ നിന്ന് ഒരുപാട് എന്ത് ചെയ്യുന്നുണ്ട്? എതിർപ്പുകൾ വാങ്ങിച്ചു കൂട്ടുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ ആളെന്ന് പറഞ്ഞാൽ നവാബ് ഭവൻ അല്ലെ, പൂർണിയയിലെ നവാബായിരുന്നു. അദ്ദേഹത്തിന്റെ പേരാണ് ഷൗക്കത്ത് ജംഗ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഒരു ആന്റി ഉണ്ടായിരുന്നു, അതിനാണ് ഗസ്തി ബീഗം എന്ന് പറയുന്നത്. പിന്നെ ഒരു റിബല്യസ് ആയിട്ടുള്ള വളരെ ധാർഷ്ട്യക്കാരനായ ഒരു കമാൻഡർ ഉണ്ടായിരുന്നു, അതാണ് ആര്? മിർ ജാഫർ എന്ന് പറഞ്ഞത്. തീർന്നില്ല, വീണ്ടും കൊട്ടാരത്തിനുള്ളിൽ ഒരുപാട് ശത്രുക്കളാണ്. ഒരു ഡൊമിനൻ ഗ്രൂപ്പ് തന്നെ ഉണ്ടായിരുന്നു, ഒരു വലിയ പക്ഷക്കാർ തന്നെ ഉണ്ടായിരുന്നു. അതായിരുന്നു ആര്? ജഗത് സേത്ത്, ഒമിനി ചന്ദ്, റായ് ഭല്ലഭ്, റായ് ദുർലഭ് ആൻഡ് അതേഴ്സ്. ഇത്രയും ആൾക്കാരായിരുന്നു മെയിൻ ഒപ്പോസിഷൻ. സിറാജിനെ രാജ്യം കൊടുത്തതിലെ മെയിൻ ഒപ്പോസിഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? പക്ഷെ സിറാജ് ഇതൊന്നും ഗൗനിച്ചില്ല. ഇവരെല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്? അദ്ദേഹത്തിന്റെ മിടുക്ക് കാണിക്കുന്നുണ്ട് പല രീതിയിലൂടെ. എന്ത് ചെയ്യുന്നുണ്ട്? ഷൗക്കത്ത് ജംഗിനെ എന്ത് ചെയ്യുന്നുണ്ട്? ഡിഫീറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ, ഷൗക്കത്ത് ജംഗിനെ യുദ്ധത്തിൽ തോപ്പിക്കുന്നുണ്ട്. ഗസ്തി ബീഗത്തെ എന്ത് ചെയ്യുന്നുണ്ട്? ഗസ്തി ബീഗത്തെ അവരുടെ പ്രഷറെല്ലാം അല്ലെ, സ്വത്തുക്കളെല്ലാം പിടിച്ചു വെച്ചിട്ട് ഗസ്തി ബീഗത്തെ എന്ത് ചെയ്യുന്നുണ്ട്? അവരെ കൊട്ടാരത്തിൽ നിന്ന് പുറത്താക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യുന്നത്? മിർ ജാഫറിനെ ഡിസ്മിസ് ചെയ്തു. ആ കമാൻഡർ പൊസിഷനിൽ നിന്ന് മിർ ജാഫറിനെ ഡിഫീറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഡിസ്മിസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? അതിന് പകരക്കാരനായിട്ട് ആരെ കൊണ്ടുവരുന്നത്? ഈ പറയുന്ന മിർ മദനെയാണ് കൊണ്ടുവരുന്നത്. അതിനുശേഷം ഒരു കാശ്മീരി ഓഫീസർ അല്ലെ, ഒരു കാശ്മീരി ഓഫീസറായ ആര്യ മോഹൻലാലിനെയാണ് എന്ത് ചെയ്യുന്നത്? അപ്പോയിന്റഡ് ആസ് ദി ഓവറോൾ അഡ്മിനിസ്ട്രേറ്റർ. ശരിക്കും പറഞ്ഞാൽ ഒരു പ്രൈം മിനിസ്റ്ററിന്റെ ജോബ് പോലെ അവർക്ക് ആരെ നിയമിച്ചു? ഈ പറയുന്ന കാശ്മീർ ഓഫീസറിനെ നിയമിച്ചു. അതാണ് ആര്യ മോഹൻലാൽ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഇതാണ് ഇവരുടെ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. ഇനിയാണ് ഇവർ ശരിക്കുള്ള യുദ്ധം നടക്കാൻ പോകുന്നത്. അതായത് ഒന്നാം നോക്കിയ ഒഫീഷ്യൽസ് ഓഫ് ദി കമ്പനി മേഡ് റാമ്പന്റ് ഇഷ്യൂ മിസ്യൂസ് ഓഫ് ഇറ്റ്സ് ട്രേഡ് പ്രിവിലേജ് ദാറ്റ് അഡ്വേഴ്സ്ലി അഫക്ട് ദ നവാബ്സ് ഫിനാൻസ്. നല്ല രീതിയിൽ, കാരണം സിറാജിന്റെ കഴിവെല്ലാം അവിടെ തെളിയിച്ചു കഴിഞ്ഞു. പക്ഷെ അതിനുശേഷം എന്താണ്? ശേഷം എന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലായി, ഈ ബ്രിട്ടീഷുകാർക്ക് മനസ്സിലായി സിറാജുദ്ദൗള എന്ന് പറയുന്നത് അവരുടെ ഒരു പപ്പറ്റായി മാറില്ല എന്ന് മനസ്സിലായി. അതായത് അവർ പറയുന്നതിന് താളം തുള്ളി നിൽക്കാൻ സിറാജിനെ കിട്ടത്തില്ല എന്ന് മനസ്സിലായി. അപ്പോൾ അവരെന്ത് ചെയ്തു? അവർക്ക് കിട്ടിയ ട്രേഡ് പ്രിവിലേജസ് ഒക്കെ അവർ മിസ്യൂസ് ചെയ്യുന്നത്. കാരണം അവർക്ക് ഇത്ര ട്രേഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു, പ്രിവിലേജസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. എങ്ങനെ ട്രേഡ് നടത്തണം, ഇന്ന സാധനങ്ങൾക്ക് കസ്റ്റംസ് ഡ്യൂട്ടി ഇല്ല, അല്ലെങ്കിൽ ഇന്ന സാധനങ്ങൾക്ക് ഫ്രീ ആയിട്ട് ട്രേഡ് ചെയ്യാന്നുള്ള രീതിയിലുള്ള ട്രേഡ് പ്രിവിലേജസ് ഒക്കെ അന്നത്തെ രാജാക്കന്മാർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ അവർ മിസ്യൂസ് ചെയ്യാൻ ആര് തുടങ്ങി? ഈ പറയുന്ന ഈ ബ്രിട്ടീഷുകാർ തുടങ്ങി. അത് മാത്രമല്ല, കൽക്കട്ട എന്ത് ചെയ്തു? അവർ ഒരുപാട് കോട്ടകൾ കെട്ടി തുടങ്ങി. കൽക്കട്ടയിൽ തന്നെ ഒരുപാട് കോട്ടകൾ കെട്ടി തുടങ്ങി വിത്തൗട്ട് ദി നവാബ്സ് പെർമിഷൻ. നവാബിന്റെ പെർമിഷൻ, അതായത് സിറാജുദ്ദൗളയുടെ പെർമിഷൻ ഇല്ലാതെ അവർ ഒരുപാട് കോട്ടകൾ എന്ത് ചെയ്യുന്നു? കെട്ടിപ്പടുത്തി ഉയർത്തി. ഓക്കെ, അതിനുശേഷം അത് മാത്രമല്ല, ഇതിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്, നമ്മൾ നേരത്തെ ഒരു ഡൊമിനന്റ് കാറ്റഗറി പറഞ്ഞില്ലേ? നേരത്തെ ഒരു ഡൊമിനന്റ് കാറ്റഗറി ആരാ? സിറാജുദ്ദൗളയെ ഒപ്പോണന്റ് ചെയ്യുന്നെന്ന് പറഞ്ഞില്ലേ? അതിനകത്ത് ആരാണ്? റായ് ബല്ലവിന്റെ മകനായ ആരാ? കൃഷ്ണദാസ്. റായ് ബല്ലവിന്റെ മകനായ കൃഷ്ണദാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഓടിപ്പോയ ഒരു ചതിയനായിരുന്നു. അപ്പൊ പുള്ളിക്കാരന് അഭയം കൊടുത്തു? ഈ പറയുന്ന ബ്രിട്ടീഷ് ഒഫീഷ്യൽസ് അഭയം കൊടുത്തു. ഇത് നല്ല രീതിയിൽ ആരെ ചൊടിപ്പിച്ചു? ഈ പറയുന്ന സിറാജുദ്ദൗളയെ ചൊടിപ്പിച്ചു. അപ്പൊ സിറാജുദ്ദൗള എന്ത് ചെയ്തു? സിറാജുദ്ദൗള നേരെ എങ്ങോട്ട് വിട്ടു? ഫോർട്ട് വില്യത്തിലേക്ക് വിട്ടു. അവിടുത്തെ അവർ കൽക്കട്ടയിൽ അവർ കിട്ടിയ കോട്ടയിലേക്ക് വിട്ടു. അവിടെ ചെന്നിട്ട് അറ്റാക്ക് ചെയ്ത മാത്രമല്ല, സിറാജുദ്ദൗള എന്ത് ചെയ്തു? ഒരു 146 ഇംഗ്ലീഷ് പേഴ്സൺസിനെ, 146 ഇംഗ്ലീഷ് ആൾക്കാരെ എന്ത് ചെയ്തു? ഒരു ചെറിയ റൂമിൽ അടച്ചിട്ടു. ചെറിയൊരു ശ്വാസം കിട്ടാത്ത റൂമിൽ അടച്ചിട്ട് അതിനകത്ത് ഏകദേശം 123 പേര് എന്ത് ചെയ്തു? ശ്വാസം കിട്ടാതെ മരിച്ചുപോയി. ആ സംഭവത്തെയാണ് എന്ത് പറയുന്നത്? ബ്ലാക്ക് ഹോൾ ട്രാജഡി എന്ന് പറയുന്നത്. ഓക്കെ, ഇതുപോലെ നമ്മുടെ കേരള ഹിസ്റ്ററിയിൽ ഒരു സംഭവം ഉണ്ട് അല്ലെ, വാഗൺ ട്രാജഡി എന്ന് പറയുന്നത്. ട്രെയിനിനകത്ത് കുത്തി നിറച്ച് പോത്തനൊരു വന്ന് ഇറങ്ങുമ്പോൾ എന്താണ്? അവരെല്ലാം ശ്വാസം കിട്ടാതെ മരിച്ചു പോയത് അല്ലെ. അതുപോലെ എന്താണ് ഇവിടെ ഒരു ട്രാജഡി ഉണ്ട്, അതാണ് ബ്ലാക്ക് ഹോൾ ട്രാജഡി എന്ന് പറയുന്നത്.
ഒന്നുകൂടി പറയാം, ജസ്റ്റ് ഇത്രയേ ഉള്ളൂ. നമ്മൾ പറഞ്ഞു സിറാജുദ്ദൗളയുടെ ഏകദേശം ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നമ്മൾ പറഞ്ഞല്ലോ. ഒരുപാട് ഒപ്പോസിഷൻസ് പുള്ളിക്കാരൻ കൊട്ടാരത്തിൽ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ അയാൾ മറികടന്ന് രാജാധികാരം ഏറ്റെടുത്ത് നല്ല രീതിയിൽ ഭരണം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ എന്ത് ചെയ്തു? ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കാർക്ക്, അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർക്ക് എന്ന് മനസ്സിലായി, ഇവർക്ക് അവരുടെ പപ്പറ്റ് അല്ലാന്ന് മനസ്സിലായി. സിറാജുദ്ദൗള എന്ന് പറയുന്നത് അവരുടെ പപ്പറ്റ് അല്ലാന്ന് അവർക്ക് ഏകദേശം ഒരു ധാരണ കിട്ടി. പക്ഷേ അത് മറികടക്കാൻ ഇവർക്കൊരു ഇത് കിട്ടാൻ വേണ്ടി ഇവരെന്ത് ചെയ്തു? ഇത് ഇവരെ കൊണ്ട് കാര്യം നടക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ഇവർക്ക് കിട്ടിയിരുന്ന ട്രേഡ് പ്രിവിലേജസ് ഒക്കെ അവർ നല്ല രീതിയിൽ മിസ്യൂസ് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, അതായത് സിറാജുദ്ദൗള എതിരാവാനുള്ള കാരണമാണ് പറയുന്നത്, ഈ യുദ്ധം ഉണ്ടാവാനുള്ള കാരണമാണ് പറയുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് കിട്ടിയ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കാർക്ക് കിട്ടിയ ട്രേഡ് പ്രിവിലേജസ് എല്ലാം അവർ നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ തുടങ്ങി? മിസ്യൂസ് ചെയ്യാൻ തുടങ്ങി. അതുപോലെ തന്നെ നവാബിന്റെ പെർമിഷൻ ഇല്ലാതെ അവരെന്ത് ചെയ്തു? കൽക്കട്ട കോട്ട കെട്ടി തിരിച്ചു. ഓക്കെ, ഒരുപാട് കോട്ടകൾ കെട്ടിപ്പടർത്തി. ഓക്കെ, അതൊന്നുമല്ല, ഇതിനേക്കാൾ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റായ് ഭല്ലവിന്റെ മകനായ ഈ പറയുന്ന കൃഷ്ണദാസ് എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ ഫുജിറ്റീവ് ആയിരുന്നു അല്ലെ. പുള്ളിക്കാരൻ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയമായ രീതിയിൽ ചതിച്ചിട്ട് ഇറങ്ങിപ്പോയതാണ്, കൊട്ടാരത്തിൽ നിന്ന് ഓടിപ്പോയതാണ്. അപ്പൊ ആ പുള്ളിക്കാരൻ എന്ത് ചെയ്തു? ഈ ബ്രിട്ടീഷുകാരെ അഭയം കൊടുത്തു. അപ്പൊ ആ അഭയം കൊടുത്തതിന്റെ പേരിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഈ നവാബ് ഒരു പടയാട്ടി കൊണ്ട് വരുന്നുണ്ട്. അങ്ങനെ ഇംഗ്ലീഷ് ഫോർട്ട് കയറി അറ്റാക്ക് ചെയ്യുന്നുണ്ട്. എവിടെ? കൽക്കട്ടയിലെ ഫോർട്ട് കയറി അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അറ്റാക്ക് ചെയ്താൽ മാത്രമല്ല, ഒരു 146 ആൾക്കാരെ, ഏകദേശം 146 ഇംഗ്ലീഷ് പ്രിസണേഴ്സിനെ എന്ത് ചെയ്തു? അവര് അടച്ചിട്ടു, ഒരു ചെറിയ റൂമിൽ അടച്ചിട്ടു. അതിനകത്ത് ഏകദേശം 123 പേര് എന്ത് ചെയ്തു? ശ്വാസം കിട്ടാതെ മരിച്ചു. ആ സംഭവത്തെയാണ് എന്ത് ചെയ്യുന്നത്? ബ്ലാക്ക് ഹോൾ ട്രാജഡി എന്ന് പറയുന്നത്. ശരിക്കും ബാറ്റിൽ ഓഫ് പ്ലാസി ഉണ്ടാവാൻ ഏറ്റവും വലിയൊരു കാരണം എന്ന് പറയുന്നത് ബ്ലാക്ക് ഹോൾ ട്രാജഡി ആയിരുന്നു. ഓക്കെ, ഈ ഒറ്റൊരു സംഭവത്തിന് ശേഷം ബ്രിട്ടൻകാർ ചുമ്മാ ഇരിക്കുമോ? ചുമ്മാ ഇരിക്കില്ല. ബ്രിട്ടൻകാർ എന്ത് ചെയ്തു? അവരെന്ത് ചെയ്തു? ഒരു സ്ട്രോങ് ഫോഴ്സിനെ തന്നെ അവർ അറേഞ്ച് ചെയ്തു. ആരുടെ കമാൻഡിൽ? നിങ്ങൾ ഈ പേര് കേട്ട് കാണും, റോബർട്ട് ക്ലൈവ് അല്ലേ. റോബർട്ട് ക്ലൈവിന്റെ നേതൃത്വത്തിൽ ഒരു വലിയ പടയെ തന്നെ അവരെന്ത് ചെയ്തു? അറേഞ്ച് ചെയ്തു ബ്രിട്ടൻ. അപ്പൊ റോബർട്ട് ക്ലൈവ് മാത്രമല്ല, നിങ്ങൾ മനസ്സിലാക്കാം, സിറാജുദ്ദൗള ഒരുപാട് ശത്രുക്കൾ എവിടെ ഉണ്ടായിരുന്നു? ആ ഡൊമിനൻ ഗ്രൂപ്പിൽ നിന്ന് ഞാൻ പറഞ്ഞല്ലോ, കൊട്ടാരത്തിൻ്റെ ഉള്ള ഒരു ഡൊമിനൻ കാറ്റഗറി തന്നെ ആൾക്കാരുണ്ടെന്ന്. അവർ ആരുടെ കൂടെ കൈകോർത്തു? ഈ പറയുന്ന റോബർട്ട് ക്ലൈവിന്റെ കൂടെ കൈകോർത്തു. ദേ ഫോർജ്ഡ് എ സീക്രട്ട് അലയൻസ് അല്ലേ, ഒരു സീക്രട്ട് അലയൻസ് അല്ലേ. മിത്രം എന്ന് പറയുന്ന പോലെ അല്ലേ, ഒരു സീക്രട്ട് ആയിട്ടൊരു അലയൻസ് രൂപീകരിച്ചു. ആരൊക്കെ? വിത്ത് ട്രൈറ്റേഴ്സ് ഓഫ് ദി നവാബ്. ആരൊക്കെയാ? മിർ ജാഫർ, റായ് ദുർലഭ്, ജഗത് സേത്ത്, ഓമിനിചന്ദ് അല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ആ ഡൊമിനൻ കാറ്റഗറി എന്ന് പറയുന്നത്. മിർ ജാഫറിനെ നമ്മൾ കമാൻഡർ പൊസിഷനിൽ നിന്ന് ഇറക്കി വിട്ട ആളാണ്. അയാളെ, അതുപോലെ തന്നെ ഈ പറയുന്ന ജഗത് സേത്തെ, ഓമിനിചന്ദ്, റായ് ഭല്ലഭ്, റായ് ദുർലഭ്, ഇവരൊക്കെ എന്താണ്? സിറാജിനെതിരെ നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അവരെ എല്ലാം കൂട്ടുപിടിച്ചുകൊണ്ട് ഒരു വലിയ പടയെ തന്നെ ആര് നയിച്ചു? ഈ പറയുന്ന റോബർട്ട് ക്ലൈവ് നയിച്ചു. അങ്ങനെ എന്താണ്? യുദ്ധം നല്ല രീതിയിൽ തുടരുന്നുണ്ട്. യുദ്ധം എന്നാ നടക്കുന്നത്? ജൂൺ 23, 1757. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ബാറ്റിൽ ഓഫ് പ്ലാസി എന്നാ നടക്കുന്നത്? 23 ജൂൺ 1757. ബാറ്റിൽ ഓഫ് പ്ലാസി എന്ന് പറയുന്നത് 23 ജൂൺ 1757. ഈ യുദ്ധത്തിൽ ആരാ ജയിക്കുന്നത്? റോബർട്ട് ക്ലൈവിന്റെ നേതൃത്വത്തിലുള്ള പടയാണ് ജയിക്കുന്നത് അല്ലേ. റോബർട്ട് ക്ലൈവ് അവർ വലിയൊരു ശക്തിയായിട്ട് അവർ മാറി അല്ലേ. ഇത്രയും പേര് കൂട്ടുപിടിച്ച് അവർ യുദ്ധം ചെയ്തപ്പോൾ ആരാ ജയിക്കുന്നത്? ഇവരാണ് ജയിക്കുന്നത് അല്ലേ. റോബർട്ട് ക്ലൈവിന്റെ പടയാണ് ജയിക്കുന്നത്. സോ ഇംഗ്ലീഷ് പേഴ്സൺസ് ജയിച്ചതാണ് ആദ്യത്തെ യുദ്ധം, ബാറ്റിൽ ഓഫ് പ്ലാസി എന്ന് പറയുന്നത് 23 ജൂൺ 1757. ഈ ഒരു യുദ്ധത്തോട് കൂടി ആരിവിടെ ഫൗണ്ടേഷൻ എടുത്തു? ഈ പറയുന്ന ബ്രിട്ടൻ. ശരിക്കും ബ്രിട്ടൻ ഇവിടെ ഒരു പട അല്ലെങ്കിൽ ഒരു രാജ്യത്തിന് മേൽ ആധിപത്യം സ്ഥാപിക്കുന്നത്, അല്ലെങ്കിൽ അവരൊരു ഒരു ഫൗണ്ടേഷൻ കെട്ടിപ്പടർത്തിയത് ഈ ഒരു യുദ്ധത്തിലൂടെയാണ്. ബാറ്റിൽ ഓഫ് പ്ലാസി എന്ന് നടന്ന യുദ്ധമാണ് 23 ജൂൺ 1757. ഇനി ആരായിരുന്നു ബ്രിട്ടീഷ് കമാൻഡർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരൊക്കെ തമ്മിലായിരുന്നു യുദ്ധം? ബ്രിട്ടീഷ് കമാൻഡറായ റോബർട്ട് ക്ലൈവും ആരായിരുന്നു? നവാബായ സിറാജുദ്ദൗളയും അല്ലെ. ബാറ്റിൽ ഓഫ് പ്ലാസി ആരൊക്കെ തമ്മിലാണ് നടന്നത്? ബാറ്റിൽ ഓഫ് പ്ലാസി നടന്നത് ആരൊക്കെ തമ്മിലാ? സിറാജുദ്ദൗള അല്ലെ. സിറാജുദ്ദൗള അതുപോലെ തന്നെ വേഴ്സസ് ആരാ? റോബർട്ട് ക്ലൈവ്. ബ്രിട്ടീഷ് കമാൻഡർ ആയിരുന്നു ആര്? റോബർട്ട് ക്ലൈവ് എന്ന് പറഞ്ഞാൽ. എന്നാ നടന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 23 ജൂൺ 1757. ക്ലിയർ ആയല്ലോ. അപ്പൊ സിറാജുദ്ദൗളയുടെ കഥ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ബാറ്റിൽ ഓഫ് പ്ലാസി എന്താണെന്ന് മനസ്സിലായല്ലോ. ഓക്കെ അല്ലേ. നമുക്കൊന്ന് ജസ്റ്റ് ഒന്നും കൂടി നോക്കാം. അങ്ങനെ ഇത് നോക്കിയാൽ ബാറ്റിൽ ഓഫ് പ്ലാസി ഹാഡ് ഇറ്റ്സ് പൊളിറ്റിക്കൽ സിഗ്നിഫിക്കൻസ് അല്ലെ. ഫൗണ്ടേഷൻ അല്ലെ. ഫൗണ്ടേഷൻ ശരിക്കും നേടിയത് ഈ ഒരു യുദ്ധത്തിലൂടെയാണ്. ബാറ്റിൽ ഓഫ് പ്ലാസി എന്ന് പറയുന്ന യുദ്ധത്തിലൂടെയാണ് ശരിക്കും ഒരു ഫൗണ്ടേഷൻ ആര് നേടിയത്? ഈ പറയുന്ന ബ്രിട്ടീഷുകാർ, അല്ലെങ്കിൽ ബ്രിട്ടീഷ് എംപയർ, ഇന്ത്യയിൽ ഒരു ബ്രിട്ടീഷ് എംപയർ അടിത്തറപ്പാകിയത് ഈ ഒരു യുദ്ധത്തിലൂടെയാണ്, ബാറ്റിൽ ഓഫ് പ്ലാസിയിലൂടെയാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ ആണല്ലോ, ക്ലിയർ അല്ലേ? നമുക്ക് ജസ്റ്റ് ഒന്നും കൂടി റിവൈസ് ചെയ്ത് പറയാം. നമ്മൾ പറഞ്ഞത് എന്താണ്?
നമ്മൾ പറഞ്ഞത് ഏജ് ഓഫ് ഡിസ്കവറി എന്ന് പറഞ്ഞ പോളിസി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യയെ എന്ത് ചെയ്യണമായിരുന്നു, ഒരു കോളനി ആക്കണമായിരുന്നു അല്ലെ, ഒരു ഇന്ത്യയിലെ അതിൽ ഇന്ത്യയുടെ മേളിൽ ആധിപത്യം സ്ഥാപിക്കണമായിരുന്നു. അപ്പൊ ആധിപത്യം സ്ഥാപിച്ച എങ്ങനെയാണെന്നുള്ളതാണ് അല്ലെ, ഒരു യുദ്ധത്തിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, ബ്രിട്ടീഷുകാർ ഇവിടെ എന്ത് ചെയ്യുന്നത്, ഒരു പൊളിറ്റിക്കൽ ഡോമിനേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. ആ യുദ്ധമാണ് എന്ത്, ബാറ്റിൽ ഓഫ് പ്ലാസി എന്ന് പറയുന്നത്. ആ യുദ്ധത്തിൽ പറയുന്നതിന് മുമ്പ് നമുക്ക് എവിടെ നിന്നാണ് ആ യുദ്ധം നടക്കുന്ന, ആര് തമ്മിലാണ്, സിറാജുദ്ദൗളയും റോബർട്ട് ക്ലൈവും തമ്മിലല്ലേ, ബ്രിട്ടീഷ് കമാൻഡറായ ആര്, റോബർട്ട് ക്ലൈവും അതുപോലെ തന്നെ ഈ പറയുന്ന ബംഗാളിലെ നവാബായ സിറാജുദ്ദൗളയുമായിട്ടാണ് യുദ്ധം നടക്കുന്നത്. അപ്പൊ സിറാജുദ്ദൗളയുടെ കാലഘട്ടം പറയുമ്പോൾ ഉള്ള കാര്യമാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. 17,000 ആരായിരുന്നു, മുർഷിദ് കുലി ഖാൻ ആയിരുന്നു ആദ്യത്തെ ദിവാൻ എന്ന് പറയുന്നത്. അപ്പൊ മുർഷിദ് കുലി ഖാന് ശേഷം ആര് വന്നു, മുർഷിദ് കുലി ഖാന് ശേഷം അദ്ദേഹത്തിന് മരുമകനായ ഷുജാഉദ്ദീൻ വന്നു അല്ലെ. ഷുജാഉദ്ദീൻ ശേഷം വന്നത് ആരാണ്, സർഫ്രസ് ഖാൻ ആണ്. സർഫ്രസ് ഖാനെ കൊന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആരെ അധികാരം പിടിച്ചത്, അലിവർദി ഖാൻ പിടിച്ചെടുക്കുന്നത്. പക്ഷെ അലിവർദി ഖാൻ നല്ല രീതിയിൽ ബംഗാൾ ഭരിച്ചുകൊണ്ട് വരുമായിരുന്നു. അപ്പൊ എന്താണ്, ഓരോ കുത്തിത്തുരിപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യുന്നു, മറാത്തയുടെ യുദ്ധത്തിലേക്ക് ശ്രദ്ധ തിരിച്ചിട്ട് അപ്പൊ അലിവർദി ഖാൻ നേരെ മറാത്തയെ അറ്റാക്ക് ചെയ്യാൻ പോയി. ആ സമയത്ത് എന്ത് ചെയ്തു, ഇവിടെ ഒരുപാട് കോട്ടകൾ ആര് കെട്ടി, ബ്രിട്ടൻകാർ കെട്ടി. അതായത് ഇവിടുത്തെ ഇന്റേണൽ മാറ്റേഴ്സിലൊക്കെ കയറി ഇടപെട്ട് തുടങ്ങി. അങ്ങനെ അലിവർദി ഖാൻ തിരിച്ച് പെട്ടെന്ന് തന്നെ ബംഗാളിലേക്ക് വരുന്നുണ്ട്. അപ്പൊ അവർ തമ്മിൽ ഒരു ചെറിയ ക്ലാഷ് ഉണ്ടാവുന്നുണ്ട്. പക്ഷെ എന്താണ്, നിർഭാഗ്യവശാൽ അലിവർദി ഖാൻ മരിച്ചു പോകുന്നുണ്ട് 1756. ഈ അലിവർദി ഖാന്റെ എന്താണ്, ഗ്രാൻഡ് സൺ ആണ് ആര്, ഈ പറയുന്ന സിറാജുദ്ദൗള എന്ന് പറയുന്നത്. പക്ഷെ സിറാജുദ്ദൗള ഫേസ് ചെയ്യേണ്ടി വന്നത് ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. കാരണം ചെറുപ്രായത്തിൽ തന്നെ രാജാധികാരം എടുക്കേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ കൊട്ടാരത്തിൽ നിന്ന് ഒരുപാട് ഒപ്പോസിഷൻ ഉണ്ടായിരുന്നു. അതിനകത്ത് മെയിൻ ആൾക്കാരാണ്, ഒന്ന് പൂർണിയല്ല നവാബ് എന്ന് പറയുന്ന ഷൗക്കത്ത് ജംഗ് എന്ന് പറയുന്നത്, പുള്ളിക്കാരന്റെ റൈവൽ ആയിരുന്നു. അടുത്തെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ്റെ ആന്റി ആയിരുന്നു ആര്, ഈ പറയുന്ന ഗസ്തി ബീഗം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ റിബലിയസ് ആയിട്ടുള്ള വളരെ ദാഷ്ടിക്കാരനായ ഒരു കമാൻഡർ ഉണ്ടായിരുന്നു ആര്, മിർ ജാഫർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ മിർ ജാഫർ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇത് തീർന്നില്ല, കൊട്ടാരത്തിൽ തന്നെ ഒരുപാട് ആൾക്കാർ, ഒരു ഡൊമിനന്റ് ഗ്രൂപ്പ് തന്നെ എന്താണ്, പുള്ളിക്കാരനെതിരെ തിരിയുന്നുണ്ട്. ആരൊക്കെയാണത്, ഒന്ന് ജഗത് സേത്ത്, അടുത്ത ഒമിനി ചന്ദ്, റായ് ബല്ലഭ്, റായ് ദുർലഭ് അല്ലെ. ഇവരെല്ലാം അവരെ ഒപ്പോസ് ചെയ്യുന്ന ആൾക്കാരാണ്. ഓക്കെ, അതുപോലെ തന്നെ പക്ഷെ പുള്ളിക്കാർ അതിലൊന്നും നിന്നില്ല. പുള്ളിക്കാരൻ എന്ത് ചെയ്തു, ഇവരെല്ലാം ഡിഫീറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട്. ഷൗക്കത്ത് ജംഗിനെ എന്ത് ചെയ്യുന്നുണ്ട്, ഡിഫീറ്റ് ചെയ്യുന്നുണ്ട് യുദ്ധത്തിൽ. അതിനുശേഷം ഗസ്തി ബീഗത്തെ എന്താണ് ചെയ്യുന്നത്, പുള്ളിക്കാരുടെ ട്രഷർ എല്ലാം പിടിച്ചെടുത്തിട്ട് അല്ലെങ്കിൽ സ്വത്തുക്കളെല്ലാം പിടിച്ചത് പുള്ളിക്കാരെ പുറത്താക്കുന്നുണ്ട്. ഓക്കെ, ബാക്കി ഈ മിർ ജാഫറിനെ എന്ത് ചെയ്തു, മിർ ജാഫറിനെ ഡിസ്മിസ് ചെയ്തു. ആ പൊസിഷൻ കമാൻഡർ ആയിരുന്നല്ലോ മിർ ജാഫർ എന്ന് പറയുന്നത്. ആ പൊസിഷൻ നിന്ന് മിർ ജാഫറിനെ ഡിസ്മിസ് ചെയ്തിട്ട് പകരം ആരെ കൊണ്ടുവന്നു, മിർ മദനെ കൊണ്ടുവന്നു. കൂടാതെ രാജാധികാരം മൊത്തത്തിൽ ഒന്ന് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്തു. അതാണ് കശ്മീർ ഒഫീഷ്യൽ ആണ് ആര്, മോഹൻലാൽ എന്ന് പറയുന്നത്. അദ്ദേഹത്തെ ഒരു പ്രൈം മിനിസ്റ്റർഷിപ്പ്, ഏകദേശം ഒരു പ്രൈം മിനിസ്റ്റർ പോലെ ആര് ആക്ട് ചെയ്തു, ഈ പറയുന്ന മോഹൻലാൽ ആക്ട് ചെയ്തു. ഓക്കെ, അതിനുശേഷം ഇനിയാണ് പ്രശ്നം തുടങ്ങി. ഇതെല്ലാം മറികടന്ന് സിറാജുദ്ദൗള വന്നപ്പോൾ സിറാജുദ്ദൗള നല്ല രീതിയിൽ ഭരിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർക്ക് മനസ്സിലായി എന്ത്, പുള്ളിക്കാരൻ അവരുടെ താളത്തിനൊത്ത് നിൽക്കുന്ന ഒരാളല്ല എന്ന്. അവർക്ക് ഏകദേശം കാര്യങ്ങൾ പിടികിട്ടി. അതിനുശേഷം എന്ത് ചെയ്തു, കമ്പനിക്ക് കിട്ടിയ കുറെ ട്രേഡ് പ്രിവിലേജസ് ഉണ്ട്. അതൊക്കെ അവരെന്ത് ചെയ്തു, മിസ്യൂസ് ചെയ്യാൻ തുടങ്ങി അല്ലേ. കച്ചവടത്തിനായിട്ട് കിട്ടിയ ഒരുപാട് പ്രിവിലേജസ് അവർക്കുണ്ടായിരുന്നു. അവരെന്ത് ചെയ്തു, അതൊക്കെ എല്ലാം മിസ്യൂസ് ചെയ്യുന്നുണ്ട്. ആ മിസ്യൂസ് ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിൽ അവർ കൽക്കട്ടയൊക്കെ ഒരുപാട് കോട്ടകളൊക്കെ കെട്ടിപ്പടുത്തി ഉയർത്തുന്നുണ്ട്. ഇത് മാത്രമല്ല കാരണം, ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യത്തിനെതിരെ പ്രവർത്തിച്ച ഒരാളായിരുന്നു ആര്, കൃഷ്ണദാസ് എന്ന് പറയുന്നത്. ഈ കൃഷ്ണദാസ് എന്ന് പറയുന്നത് അവരുടെ കോർട്ടിലുണ്ടായിരുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ ഒപ്പോണന്റ് ഉണ്ടല്ലോ, റായ് ബല്ലഭിന്റെ മകനായിരുന്നു. ഈ കൃഷ്ണദാസിന് അവിടെ നിന്ന് കൊട്ടാരത്തിൽ നിന്ന് ഓടിപ്പോയിട്ട് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ബ്രിട്ടീഷുകാരെ അഭയം കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇത് അഭയം കൊടുത്തത് നവാബിനെ നല്ല രീതിയിൽ ചൊടിപ്പിച്ചു. നവാബ് എന്ത് ചെയ്തു, നവാബായ ആര്, ഈ സിറാജുദ്ദൗള അല്ലെ, ബംഗാളെ നവാബ് എന്ന് പറഞ്ഞാൽ സിറാജുദ്ദൗളയാണല്ലോ ഇപ്പം. അപ്പൊ സിറാജുദ്ദൗള നേരെ എങ്ങോട്ട് വരുന്നുണ്ട്, ഇംഗ്ലീഷ് ഫോർട്ടിലേക്ക് വരുന്നുണ്ട്, കൽക്കട്ട ഫോർട്ടിലേക്ക് വരുന്നുണ്ട്. അവിടെ ചെന്ന് അവിടെ യുദ്ധം നടക്കുന്നു. അങ്ങനെ എന്ത് ചെയ്യുന്നു, 146 പേരെ എന്ത് ചെയ്യുന്നു, ഒരു ചെറിയ റൂമിൽ അടച്ചിടുന്നുണ്ട്. ആ 146 പേരെ ചെറിയ റൂമിൽ അടച്ചിട്ട് അതിനകത്ത് ഏകദേശം 123 പേര് എന്ത് ചെയ്യുന്നുണ്ട്, ശ്വാസം കിട്ടാതെ മരിച്ചു. ആ ട്രാജഡിയാണ് എന്ത് പറയുന്നത്, ബ്ലാക്ക് ഹോൾ ട്രാജഡി എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഈ ബ്ലാക്ക് ഹോൾ ട്രാജഡിയാണ് ഏറ്റവും മെയിൻ ഇമ്പോർട്ടന്റ് കാര്യം. എന്തുണ്ടാവാം, ബാറ്റിൽ ഓഫ് പ്ലാസി ഉണ്ടാവാൻ. ഇങ്ങനെ ഒരു ട്രാജഡി നടക്കുമ്പോൾ ബ്രിട്ടൻകാർ ചുമ്മാ ഇരിക്കുമോ? ഇല്ല. അവർ നല്ലൊരു ശക്തമായ ഒരു പടയെ അവരെന്ത് ചെയ്തു, രൂപീകരിച്ചു. ആരുടെ നേതൃത്വത്തിൽ, റോബർട്ട് ക്ലൈവിന്റെ നേതൃത്വത്തിൽ. റോബർട്ട് ക്ലൈവ് എന്ത് ചെയ്തു, റോബർട്ട് ക്ലൈവ് അതിനേക്കാളും മിടുക്കനാണ്. പുള്ളിക്കാരന്റെ ശത്രുക്കളെ എല്ലാം ഒരുമിച്ച് നിർത്തി. ആരൊക്കെയാ, ഈ പറയുന്ന ട്രൈറ്റേഴ്സ് അല്ലെ, നവാബിന്റെ സിറാജുദ്ദൗലന്റെ ട്രൈറ്റേഴ്സ് ആയിട്ടുള്ള ആരാ, മിർ ജാഫർ, റായ് ദുർലഭ്, ജഗത് സേത്ത്, ഒമിനി ചന്ദ് എന്നീ പറയുന്ന ആൾക്കാരൊക്കെ ആയിട്ട് ഒരു അലയൻസ് ഫോം ചെയ്തു. എന്നിട്ട് യുദ്ധം തുടങ്ങി. യുദ്ധത്തിൽ ആര് ജയിക്കുന്നു, റോബർട്ട് ക്ലൈവിന്റെ പട ജയിക്കുന്നു. എന്നാ യുദ്ധം നടന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 23 ജൂൺ 1757 ബാറ്റിൽ ഓഫ് പ്ലാസി നടന്നത് എന്നാന്ന് ചോദിച്ചാൽ 23 ജൂൺ 1757. ആരൊക്കെ തമ്മിലാ, നവാബ് ഓഫ് ബംഗാൾ വേഴ്സസ് ആരാ, നവാബ് ഓഫ് ബംഗാൾ എന്ന് പറഞ്ഞാൽ ആരാ, സിറാജുദ്ദൗള വേഴ്സസ്
റോബർട്ട് ക്ലൈവ്, ബ്രിട്ടന്റെ കമാൻഡറായ റോബർട്ട് ക്ലൈവ് എന്ന്, അല്ലേ? അത്രയും പേര് ഇത് യുദ്ധം നടന്നു. അങ്ങനെ ഇംഗ്ലീഷുകാർ യുദ്ധത്തിൽ ജയിക്കുന്നുണ്ട്. ഈ ഒരു യുദ്ധത്തോടുകൂടി എന്ത് ചെയ്തു? പൊളിറ്റിക്കൽ സൂപ്പർമസി, അല്ലെ, രാഷ്ട്രീയപരമായ ഒരു അടിത്തറപ്പാകി, അല്ലെ, രാഷ്ട്രീയപരമായി ഇന്ത്യയുടെ മേളിൽ ഒരു അടിത്തറപ്പാകി ആര്? ബ്രിട്ടൻകാർ. അതപ്പം ബാറ്റിൽ ഓഫ് പ്ലാസി. അപ്പം ബ്രിട്ടൻ ഇവിടെ ആധിപത്യം സ്ഥാപിക്കുന്ന ഏത് യുദ്ധത്തിലാണ്? ശരിക്കും ബാറ്റിൽ ഓഫ് പ്ലാസിയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാം. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി അത് കഴിഞ്ഞിട്ട് ഈ മിർ ജാഫർ, അല്ലെ, ഈ ബാറ്റിൽ ഓഫ് പ്ലാസി കഴിഞ്ഞിട്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ല ഒരു കമാൻഡറിന്റെ കാര്യം. ആരാ? മിർ ജാഫർ, അല്ലെ? നേരത്തെ ഒരു മിർ ജാഫറിന്റെ കാര്യമല്ല, ഒരു റിബല്യസ് കമാൻഡർ ഉണ്ടായിരുന്നു. പുള്ളിക്കാരനെ ആ പൊസിഷനിൽ നിന്ന് മാറ്റിയായിരുന്നു. പകരം ആരെ കൊണ്ടുവന്നു പറഞ്ഞു? മിർ മദൻ എന്ന് പറഞ്ഞ ഒരാളെ കൊണ്ടുവന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പൊ ഈ മിർ ജാഫറുമായിട്ടല്ലേ കൈകോർത്ത് റോബർട്ട് ക്ലൈവ് എന്ത് ചെയ്യുന്നത്? യുദ്ധം നയിക്കുന്നത്. അപ്പൊ ഈ മിർ ജാഫറിനെ എന്ത് ചെയ്തു? ഇതിന് ശേഷം എന്ത് ചെയ്തു? നവാബാക്കി. ആരാ? ബാറ്റിൽ ഓഫ് പ്ലാസിയിൽ ബ്രിട്ടൻകാർ ജയിച്ചു. ഇനി ബ്രിട്ടൻ പറയുന്ന പോലെ ആയിരിക്കും കാര്യങ്ങൾ. അപ്പൊ ബ്രിട്ടൻ ആവശ്യം എന്ന് പറഞ്ഞാൽ ബംഗാളിൽ അവരുടെ താളത്തിനൊത്ത് നിൽക്കുന്ന ഒരാളെ വേണോ? അങ്ങനെ എന്ത് ചെയ്തു? മിർ ജാഫറിനെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന പൊസിഷനിലേക്ക് അല്ലെങ്കിൽ നവാബാക്കി മാറ്റുന്നുണ്ട്. അപ്പൊ മിർ ജാഫറിനെ നവാബാക്കി മാറ്റി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്താണ്? മിർ ജാഫറിന് മനസ്സിലായി ഇവർ ഭരിക്കാൻ സമ്മതിക്കുന്നില്ല, അല്ലേ? ഇവർ ആവശ്യമില്ലാത്ത കാര്യത്തിനെല്ലാം കയറി ഇടപെടുമെന്ന്. അപ്പൊ മിർ ജാഫറിന് ഏകദേശം ഒരു കാര്യം മനസ്സിലായി, ഇവന്മാർ അങ്ങനെയൊന്നും ഭരിക്കാൻ സമ്മതിക്കത്തില്ല എന്നുള്ളത്. അപ്പൊ അങ്ങനെ വന്നപ്പോൾ മിർ ജാഫർ എന്ത് ചെയ്തു? അന്ന് ഉണ്ടായ ഡച്ചുകാരുമായിട്ട് ഒരു സീക്രട്ട് ആയിട്ട് ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്തു. ആർക്കെതിരെ? ഇംഗ്ലീഷുകാർക്കെതിരെ. ഇതെങ്ങനെയോ ഇംഗ്ലീഷുകാരുടെ ചെവിയിലെത്തി. അങ്ങനെ ഇംഗ്ലീഷുകാർ എന്ത് ചെയ്തു? ഡച്ചുകാരെ ഇവിടെ നിന്ന് പുറത്താക്കുന്നുണ്ട്. ഇംഗ്ലീഷുകാർ എന്ത് ചെയ്യുന്നുണ്ട്? ഇംഗ്ലീഷും ഡച്ചും തമ്മിലൊരു വഴക്കുണ്ടാവുന്നുണ്ട്. അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഡച്ചുകാരെ ഇവിടെ നിന്ന് പുറത്താക്കുന്നുണ്ട്. അപ്പം മിർ ജാഫർ എന്ത് ചെയ്തു? ഇത് കാരണം മിർ ജാഫറിനെ എന്ത് ചെയ്തു? നവാബിന്റെ സ്ഥലത്തു നിന്ന് മാറ്റി. ഓക്കെ, പുള്ളിക്കാരനെ ആണ് എന്താ ബാറ്റിൽ ഓഫ് പ്ലാസി കഴിഞ്ഞിട്ട് നവാബ് ആക്കിയത്. ബാറ്റിൽ ഓഫ് പ്ലാസി കഴിഞ്ഞിട്ട് മിർ ജാഫറിനെ എന്ത് ചെയ്തു? ഒരു ഓഫറും കൊടുത്തു. നീ ആയിക്കോ നവാബ് എന്ന് പറഞ്ഞ ഓഫർ. കാരണം അവർ പറയുന്ന താളത്തിന് നിൽക്കാൻ വേണ്ടി. പക്ഷേ അതങ്ങ് ഓവറായിപ്പോയി. അത് ഓവറായപ്പോൾ മിർ ജാഫറിനെ അധികം അങ്ങ് ഇഷ്ടപ്പെടാൻ തുടങ്ങിയില്ല. അപ്പം മിർ ജാഫറിന്റെ മനസ്സിൽ എന്ന് പറഞ്ഞാൽ ഇവന്മാരെ എങ്ങനെയെങ്കിലും പുറത്താക്കണം എന്നുള്ള ചിന്ത ആരുടെ മനസ്സിൽ വന്നു? ഈ മിർ ജാഫറിന്റെ മനസ്സിൽ വന്നു. അങ്ങനെ മിർ ജാഫർ എന്താ ചെയ്യുന്നത്? മിർ ജാഫർ നേരെ ചെന്ന് ഈ പറയുന്ന ഡച്ചുകാരോടായിട്ട് ചെറിയൊരു സന്ധി ഏർപ്പെടുന്നുണ്ട്. അങ്ങനെ ഏർപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഇംഗ്ലീഷുകാർ അത് എങ്ങനെയോ അറിയുന്നുണ്ട്. അങ്ങനെ ഇംഗ്ലീഷും ഡച്ചുമായിട്ടൊരു വഴക്ക് ഇവിടെ ഉണ്ടാകുന്നുണ്ട്, ഒരു ക്ലാഷ് ഇവിടെ ഉണ്ടാകുന്നുണ്ട്. ആ സമയത്ത് ഡച്ചുകാരെ ഇവിടുന്ന് ഓടിച്ചു വിടുന്നുണ്ട്. അതിനുശേഷം എന്ത് ചെയ്യുന്നു? മിർ ജാഫറിനെ നവാബിന്റെ പൊസിഷനിൽ നിന്ന് നീക്കുന്നുണ്ട്. അതിനുശേഷം വരുന്ന ആളാണ് ആര്? മിർ കാസിം എന്ന് പറയുന്ന ആൾ. അതിനുശേഷം മിർ ജാഫറിന്റെ പൊസിഷനിലേക്ക് അല്ല ബംഗാളിന്റെ അടുത്ത നവാബായിട്ട് വരുന്ന ആളാണ് ആര്? മിർ കാസിം, അല്ലെ? മിർ കാസിം ടേക്സ് ദ ചാർജ്. മിർ കാസിം ടേക്സ് ദ ചാർജ്. ഇനി മിർ കാസിം എന്താണ് പറയുന്നത്? മിർ കാസിമിന് ഇതേ രീതിയാണ്. മിർ കാസിം എന്ത് ചെയ്തു? അധികം ഇൻവോൾവ്മെന്റ് ഇല്ലാതിരിക്കാൻ വേണ്ടി ബീഹാറിലെ മംഗറിൽ നിന്ന് നേരെ മുർഷിദാബാദിലേക്ക് എന്ത് ചെയ്തു? അവർ ട്രാൻസ്ഫർ ചെയ്തു. ആ ക്യാപിറ്റൽ മാറി. അവർ വേറൊരു സ്ഥലത്ത് പോയി ഭരിച്ചോളാം എന്നുള്ള രീതിയിൽ അവിടെ നിന്ന് വേറൊരു കാര്യത്തിൽ ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അവിടെയും സ്വൈര്യം വന്നില്ല. അവിടെയും എന്ത് ചെയ്തു? ഇവന്മാർ കയറി നേരെ ഇന്റേണൽ അഫയേഴ്സിലെല്ലാം കയറി ഇടപെടുന്നുണ്ട്. മാത്രമല്ല മിസ്യൂസ് ചെയ്യുന്നുണ്ട്. അവരവരുടെ പവേഴ്സ് മിസ്യൂസ് ചെയ്യുന്നു. ഇവരെ ശരിക്കും ഭരിക്കാൻ അങ്ങോട്ട് സമ്മതിക്കുന്നില്ല. മിർ കാസിം ആയിട്ട് പോലും എന്താണ് അങ്ങോട്ട് സമ്മതിക്കുന്നില്ല. കാരണം മിർ കാസിം ഈ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായിട്ടൊക്കെ ഒരു സന്ധിയൊക്കെ അവിടെ തയ്യാറാക്കുന്നു, ഒരു എഗ്രിമെന്റ് ഒക്കെ അവിടെ സൈൻ ചെയ്യുന്നു. പക്ഷെ അതുകൊണ്ടൊന്നും കാര്യമായില്ല. മിർ കാസിമിനെ ഭരിക്കാൻ അവർ സമ്മതിക്കുന്നില്ല, അല്ലേ? അവർ പറഞ്ഞാൽ കേട്ടാൽ മതി എന്നുള്ളതെന്ന് പറയുന്നത്, അല്ലേ? പിന്നെ എന്തിനാ സാർ തോക്കെന്ന് പറയുന്ന പോലെ, അല്ലേ? അപ്പൊ ഇങ്ങനെ എന്താണ് അവർക്ക് ഭരണം കൊടുത്തു, പക്ഷേ ഭരിക്കാൻ സമ്മതിക്കുന്നില്ല. ആവശ്യമില്ലാത്തതിന് ആവശ്യമുള്ളതിനെല്ലാം കയറി അങ്ങ് ഇടപെടുക. അപ്പൊ മിർ കാസിമിന് അത് അങ്ങനെ പിടിച്ചില്ല, അത്രയും പിടിച്ചില്ല. മാത്രമല്ല അവരെന്ത് ചെയ്തു? ദസ്തക്ക് എന്ന് പറയുന്ന മിസ്യൂസ്. ദസ്തക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ട്രേഡ് പ്രിവിലേജ്, ഒരു പാസ്സാണ്, അല്ലേ? ഈ പാസ് ഉണ്ടെങ്കിൽ അവർക്ക് ഫ്രീ ട്രേഡ് നടത്താം. ഫ്രീ ആയിട്ട് ട്രേഡ് അങ്ങോട്ടും ഇങ്ങോട്ടും പല രാജ്യങ്ങളും തമ്മിൽ നടത്താം. അതാണ് ദസ്തക്ക് എന്ന് പറയുന്നത്. ഈ ദസ്തക്ക് എന്ന് പറയുന്ന സാധനം അവർ മിസ്യൂസ് ചെയ്യാൻ തുടങ്ങി. പല രീതിയിൽ അവർ മിസ്യൂസ് ചെയ്യാൻ തുടങ്ങി. ഈ മിസ്യൂസ് എന്ത് ചെയ്തു? അവിടുത്തെ ലോക്കലായിട്ടുള്ള മെർച്ചൻസിനൊക്കെ വളരെ രീതിയിൽ കോമ്പറ്റീഷൻ ഉണ്ടാക്കി. പല ആൾക്കാർക്കും അവർക്ക് നല്ല രീതിയിൽ പണം കിട്ടിക്കൊണ്ടിരുന്ന ആൾക്കാർക്കൊക്കെ എന്താണ് ഫ്രീ ആയിട്ട് കൊടുക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് എന്താണ് ബാക്കിയുള്ളവരുടെ നിന്ന് മേടിക്കാൻ തുടങ്ങുമോ? ഇല്ല. അപ്പോൾ അവർ തമ്മിലൊരു കോമ്പറ്റീഷനായി ഭയങ്കര ഒരു കോമ്പറ്റീഷൻ ആവേണ്ട അവസ്ഥ വന്നു. അങ്ങനെ ദസ്തക്ക് എന്ന് പറയുന്ന സാധനം അവർ മിസ്യൂസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇതൊന്നും ആർക്ക് പിടിച്ചില്ല? ഈ മിർ കാസിമിന് പിടിച്ചില്ല. അങ്ങനെ ഈ ലോക്കൽ മെർച്ചൻസിന്റെ കച്ചവടം താഴ്ന്നപ്പോഴത്തേക്ക് രാജസന്നിധിയിലേക്ക് പോകുന്ന റവന്യൂ കുറഞ്ഞു. ഓക്കെ, അത് കാരണം റവന്യൂ കുറയാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വേറൊരു സംഭവം ഉണ്ടായിരുന്നു. ഡെപ്യൂട്ടി ഗവർണറെ, അവിടുത്തെ അന്നത്തെ ഡെപ്യൂട്ടി ഗവർണർ എന്ന് പറഞ്ഞാൽ രാം നാരായൺ എന്ന് പറഞ്ഞ ഒരാളായിരുന്നു. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം ഈ പിരിച്ചു കിട്ടുന്ന ഒരു ഷെയർ രാജസന്നിധിയിലേക്ക് കൊടുക്കണമായിരുന്നു. അപ്പോൾ ഇതൊന്നും കൊടുക്കാറില്ലായിരുന്നു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതൊക്കെ നിന്നുപോയി. ഈ രാം നാരായൺ ഇവിടെ നിന്നുള്ള സാധനങ്ങളൊന്നും നേരെ എങ്ങോട്ട് പോകുന്നില്ല, ഈ രാജസന്നിധിയിലേക്ക് പോകുന്നില്ല, അല്ലെങ്കിൽ ഈ ബംഗാളിലെ നവാബിന്റെ അടുത്തോട്ട് വരുന്നില്ല. അപ്പൊ ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് അയാൾക്ക് ഡൗട്ട് തോന്നി. മിർ കാസിമിന് എന്ത് തോന്നി? ഡൗട്ട് തോന്നി. അപ്പൊ മിർ കാസിം അന്വേഷിച്ചപ്പോഴാണ് പറഞ്ഞത് ആര് പറഞ്ഞിട്ടാണ് അത് കൊടുക്കാതിരുന്നത്? ഇംഗ്ലീഷുകാർ പറഞ്ഞിട്ടാണ് അത് കൊടുക്കാതിരുന്നത് മനസ്സിലായി. അപ്പൊ മിർ കാസിമിന് ദേഷ്യം വന്നു.
മിർ ഖാസിമിന് നല്ല രീതിയിൽ ദേഷ്യം വന്നു. അപ്പം മിർ ഖാസിം എന്ത് ചെയ്തു? മിർ ഖാസിം നേരെ പോയി ആരെ മീറ്റ് ചെയ്തു? നേരെ പോയി അവാദിലെ നവാബിനെ മീറ്റ് ചെയ്തു. അതുപോലെ മുഗൾ എംപറായ അന്നത്തെ മുഗൾ എംപർ ആയിരുന്ന ആര്? ഷാ ആലം ടൂവിനെ മീറ്റ് ചെയ്തു. ആരൊക്കെയാ? കമ്പൈൻഡ് ആർമീസ് അല്ലേ, അത് നവാബ് ഓഫ് അവാദിലെ നവാബിനെ മീറ്റ് ചെയ്തു. അതുപോലെ തന്നെ അന്നത്തെ മുഗൾ എംപറായ ഷാ ആലം ടൂവിനെ മീറ്റ് ചെയ്തു. അങ്ങനെ ഇവർ 3 പേരും ചേർന്ന് ഒരു ആർമി ഫോം ചെയ്തു. ആരൊക്കെയാ? ഈ പറഞ്ഞ മിർ ഖാസിം, നവാബ് ഓഫ് അവാദ് അല്ലെ, അവധിലെ എന്താണ് നവാബ്, അതുപോലെ തന്നെ മുഗൾ എംപറായ ഷാ ആലം ടു. അങ്ങനെ ഇങ്ങനെ 3 പേരുടെ ഒരു കമ്പൈൻഡ് ആർമി ആർക്കെതിരെ തിരിയുന്നുണ്ട്? ഇംഗ്ലീഷ് കമ്പനിക്കെതിരെ തിരിയുന്നുണ്ട്. അപ്പൊ ഇംഗ്ലീഷ് കമ്പനി അന്നത്തെ ഈ കമ്പനി നയിച്ചത് ആരാണ്? ഹെക്ടർ മൺറോ. അതായത് ഇവര് തമ്മിൽ മീൻസ് ഞാൻ പറഞ്ഞു എന്താണ്, മിർ ഖാസിം, നവാബ് ഓഫ് അവാദ്, പിന്നെ അതുപോലെ തന്നെ ഷാ ആലം ടു, ഇവര് 3 പേര് ചെന്ന് ഇംഗ്ലീഷുകാർക്കെതിരെ പട നയിച്ചു. ആ യുദ്ധമാണ് എന്ത് പറയുന്നത്? ബാറ്റിൽ ഓഫ് ബക്സർ എന്ന് പറയുന്നത്. ഇനി ബാറ്റിൽ ഓഫ് ബക്സർ എന്നാ നടക്കുന്നത്? ഒക്ടോബർ 22, 1764. ഒക്ടോബർ 22, 1764 എന്ത് ബാറ്റിൽ ഓഫ് ബക്സർ നടക്കുന്നത്. ബാറ്റിൽ ഓഫ് പ്ലാസി കഴിഞ്ഞു, ഏകദേശം അവർ അടിത്തറ പാകി. പക്ഷെ ബാറ്റിൽ ഓഫ് ബക്സറിന് ശേഷം കംപ്ലീറ്റ് ആയിട്ട് ഇന്ത്യ എന്ന് പറയുന്നത് എന്താ? ആരുടെ കീഴിലായി? ബ്രിട്ടന്റെ കീഴിലായി. കംപ്ലീറ്റ് ആയിട്ട് എല്ലാ രീതിയിലും പൊളിറ്റിക്കലി അല്ലെങ്കിൽ പല മിലിറ്ററി എല്ലാ സൂപ്പർ കൊളോണിയലൈസേഷൻ വഴി എല്ലാം എന്താണ്? ഇന്ത്യ എന്ന് പറയുന്നത് ബ്രിട്ടന്റെ കീഴിലായി ഈ ഒരു യുദ്ധത്തിന് ശേഷം. ബാറ്റിൽ ഓഫ് പ്ലാസി അടിത്തറ പാകിയിട്ടുണ്ടെങ്കിൽ ബാറ്റിൽ ഓഫ് ബക്സർ എന്ത് ചെയ്തു? അത് സ്ട്രോങ് ആക്കി മാറ്റി. ഓക്കെ, അപ്പൊ ബാറ്റിൽ ഓഫ് ബക്സർ നടന്നത് ആരുടെ നേതൃത്വത്തിലാണ്? ബ്രിട്ടന്റെ ആർമി കമാൻഡർ ആരൊക്കെ തമ്മിൽ ബാറ്റിൽ ഓഫ് ബക്സർ എന്ന കമ്പൈൻഡ് ആർമീസ് ഓഫ് അല്ലെ, ഒരു കമ്പൈൻഡ് ആർമീസ് ഓഫ് ആരൊക്കെ? മിർ ഖാസിം, നവാബ് ഓഫ് അവാദ്, അതുപോലെ തന്നെ ഷാ ആലം ടു അല്ലെ. ഇനി ബ്രിട്ടന്റെ സൈഡിൽ ആരായിരുന്നു? ബ്രിട്ടന്റെ സൈഡിൽ അന്നത്തെ കമാൻഡർ ആയ ഹെക്ടർ മൺറോ ഓൺ ഒക്ടോബർ 22, 1764. ഓൺ ഒക്ടോബർ 22, 1764 ഇവർ തമ്മിൽ യുദ്ധം നടന്നു. ഇതിനെയാണ് ബാറ്റിൽ ഓഫ് ബക്സർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ബാറ്റിൽ ഓഫ് പ്ലാസി കണ്ടു. ബാറ്റിൽ ഓഫ് പ്ലാസി നടന്നത് എന്നാണ് പറയാമോ? ബാറ്റിൽ ഓഫ് പ്ലാസി നടന്നത് 22 ജൂൺ 23 ജൂൺ 1757 അല്ലെ. 1757 ബാറ്റിൽ ഓഫ് പ്ലാസി നടന്നത്. ആരൊക്കെ തമ്മിലാണ് നടന്നത്? സിറാജുദ്ദൗള അല്ലെ, അന്നത്തെ ബംഗാളിലെ നവാബായ സിറാജുദ്ദൗളയും അന്നത്തെ ബ്രിട്ടീഷ് കമാൻഡറായ റോബർട്ട് ക്ലൈവും തമ്മിലാണ് എന്ത്? ബാറ്റിൽ ഓഫ് പ്ലാസി നടന്നത്. അതിനുശേഷം ആരായിട്ട് നടക്കുന്ന ബാറ്റിൽ ഓഫ് ബക്സർ ആരൊക്കെ തമ്മിലാ? മിർ ഖാസിം അല്ലെ, കമ്പൈൻഡ് ഫോഴ്സ് ഓഫ് മിർ ഖാസിം, അവധിലെ നവാബ്, അതുപോലെ തന്നെ ആരാണ്? മുഗൾ എംപറായ ഷാ ആലം ടു. മറുപക്ഷത്ത് ആരാണ്? ബ്രിട്ടീഷ് കമാൻഡറായ ഹെക്ടർ മൺറോ. എന്നാ നടക്കുന്നത്? 22 ഒക്ടോബർ 1764 എന്ത് നടക്കുന്നത്? ബാറ്റിൽ ഓഫ് ബക്സർ നടക്കുന്നത്. അപ്പൊ ഇങ്ങനെ 2 യുദ്ധം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇന്ത്യയിൽ എന്തായി? ബ്രിട്ടീഷ് സൂപ്രമസി ഉണ്ടായി. ബ്രിട്ടീഷ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ എന്ത് ചെയ്ത്? കംപ്ലീറ്റ് ആയിട്ട് ഡൊമിനന്റ് കാറ്റഗറി ആയിട്ട് മാറി എന്ന് മനസ്സിലാക്കുക. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അതിനുശേഷം ഈ ബാറ്റിൽ ഓഫ് ബക്സറിന് ശേഷം ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ട്രീറ്റി സൈൻ ചെയ്യുന്നുണ്ട്. ആ ട്രീറ്റിയാണ് എന്ത്? ട്രീറ്റി ഓഫ് അലഹബാദ് എന്ന് പറയുന്നത്. ട്രീറ്റി ഓഫ് അലഹബാദ് ആരുമായിട്ടാണ് സൈൻ ചെയ്യുന്നത്? റോബർട്ട് ക്ലൈവും. ട്രീറ്റി ഓഫ് അലഹബാദ് സൈൻ ചെയ്യുന്നത് റോബർട്ട് ക്ലൈവും വേഴ്സസ് ആരൊക്കെയാ സൈൻ ചെയ്യുന്നത്? നവാബ്, അവാദിലെ നവാബായിട്ടും പിന്നെ അതുപോലെ തന്നെ മുഗൾ എംപറായ ഷാ ആലം ടു ആയിട്ട് അല്ലെ. ട്രീറ്റി ഓഫ് അലഹബാദ് സൈൻ ചെയ്തത് ആരൊക്കെയായിട്ടാണ്? റോബർട്ട് ക്ലൈവും അതുപോലെ അവാദിലെ നവാബായിട്ടും അതുപോലെ തന്നെ എന്താണ്? ഷാ ആലം ടു ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന ട്രീറ്റി സൈൻ ചെയ്തത്. അലഹബാദ് ട്രീറ്റി എന്നാ സൈൻ ചെയ്യുന്നത്? അലഹബാദ് ട്രീറ്റി എന്നാ സൈൻ 1765 അല്ലെ, 1765 അല്ലെ. ബാറ്റിൽ ഓഫ് ബക്സർ കഴിഞ്ഞ് തൊട്ടടുത്ത വർഷം 1764 ബാറ്റിൽ ഓഫ് ബക്സർ നടന്നത്. തൊട്ടടുത്ത വർഷം എന്താണ്? കാരണം യുദ്ധം ജയിച്ചു. ഇനി യുദ്ധം ഇംഗ്ലീഷുകാർ ജയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ എന്താണ്? ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്യുന്നത്. അതാണ് ട്രീറ്റി ഓഫ് അലഹബാദ് 1765 എന്ന് പറയുന്നത്. അത് ആരൊക്കെ തമ്മിലായിരുന്നു? റോബർട്ട് ക്ലൈവ് വേഴ്സസ് അവാദിലെ നവാബ് വേഴ്സസ് ഷാ ആലം ടു. അവർ 2 പേരുമായിട്ടാണ് റോബർട്ട് ക്ലൈവ് സൈൻ ചെയ്തത്. ഇനി എന്തായിരുന്നു ട്രീറ്റിയിൽ പറഞ്ഞത്? അതാണ് ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് പറയുന്നത്. എന്താണോ? ദിവാനി റൈറ്റ്സും നിസാമത്ത് ഫംഗ്ഷൻസും ആർക്ക് കൊടുത്തു? ബ്രിട്ടൻകാർക്ക് കൊടുത്തു. ദിവാനി റൈറ്റ്സും നിസാമത്ത് ഫംഗ്ഷനും എന്ന് പറയുന്നത് അല്ലെ, 2 റൈറ്റുകൾ ഉണ്ടായിരുന്നു. ദിവാനി റൈറ്റ്സും നിസാമത്ത് ഫംഗ്ഷനും. ഇനി ദിവാനി റൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, ടാക്സ് പിരിക്കാനുള്ള അധികാരം ആർക്ക് കൊടുത്തു? ബ്രിട്ടന് കൈമാറി. അതുപോലെ നിസാമത്ത് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ്, ജുഡീഷ്യൽ സർവീസ് ഇങ്ങനത്തെ അധികാരങ്ങളൊക്കെ ആർക്ക് നൽകി? ഈ പറയുന്ന ബ്രിട്ടന് നൽകി. ക്ലിയർ ആയോ പറഞ്ഞത്? അതെ, ബാറ്റിൽ ഓഫ് ബക്സർ യുദ്ധം തോറ്റേന്റെ അടിസ്ഥാനത്തിൽ കൊടുക്കേണ്ടി വന്ന വില വലുതൊന്നും അല്ല. എന്തൊക്കെയാണ് ഈ പറയുന്ന എഗ്രിമെന്റിലുള്ള ട്രീറ്റി ഓഫ് അലഹബാദ് 1765 പ്രകാരം 2 ഫംഗ്ഷൻസ് ആർക്ക് കൈമാറേണ്ടി വന്നു? ഈ ബ്രിട്ടന് കൈമാറേണ്ടി വന്നു. ആർക്കാ കൈമാറേണ്ടി വന്നേ? ആരൊക്കെ തമ്മിൽ ഇത് സൈൻ ചെയ്ത? റോബർട്ട് ക്ലൈവും അവാദിലെ നവാബ് ഷാ ആലം ടു
അല്ലേ, മുഗൾ എംപറർ അല്ലേ അവരൊക്കെ. അപ്പോൾ അവർക്കെതിരാണ് അവരുമായിട്ടാണ് എന്ത് ട്രീറ്റി സൈൻ ചെയ്തത്. 1765 ട്രീറ്റി സൈൻ ചെയ്തത്. അപ്പോൾ കൊടുക്കേണ്ടി വന്ന വില എന്ന് പറയുന്നത് എന്താണ്, ഈ പറയുന്ന ദിവാനി റൈറ്റ്സും അതുപോലെ തന്നെ നിസാമത്ത് ഫംഗ്ഷനും ആർക്ക് കൈമാറേണ്ടി വന്നു, ഈ പറയുന്ന ബ്രിട്ടന് കൈമാറേണ്ടി വന്നു. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ദിവാനി റൈറ്റ്സ് ഞാൻ പറഞ്ഞു എന്താണ്, ടാക്സ് പിരിക്കാനുള്ള അധികാരം അല്ലേ. നിസാമത്ത് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ്, ജുഡീഷ്യൽ സർവീസ് അങ്ങനത്തെ വകുപ്പുകളൊക്കെ ഇനി ആരായിരിക്കും കൈകാര്യം ചെയ്യുന്നത്, ഈ പറയുന്ന ബ്രിട്ടൻ ആയിരിക്കും കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ, അപ്പം അതിനുശേഷം വന്ന ആ ഒരു കൺസെപ്റ്റിനെയാണ് എന്ത് വിളിക്കുന്നത്, ഡുവൽ ഗവൺമെന്റ് ഇൻ ബംഗാൾ എന്ന് പറയുന്നത്. ഡുവൽ ഗവൺമെന്റ് അല്ലേ, ഡുവൽ ഗവൺമെന്റ് ഇൻ ബംഗാൾ 1765 മുതൽ 1772 വരെ തുടർന്നു. ഡുവൽ ഗവൺമെന്റ് ഇൻ ബംഗാൾ. ഇനി ആരാണ് ഡുവൽ ഗവൺമെന്റ് ഇൻ ബംഗാൾ കൊണ്ടുവന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്, റോബർട്ട് ക്ലൈവ് ആണ് എന്ത് കൊണ്ടുവരുന്നത്, ഡുവൽ ഗവൺമെന്റ്. കാരണം ആ ട്രീറ്റി സൈൻ ചെയ്ത് ആരാ, റോബർട്ട് ക്ലൈവ് അല്ലേ. അപ്പോൾ ഡുവൽ ഗവൺമെന്റ് ഇന്ത്യയിൽ നടപ്പിലാക്കിയത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റോബർട്ട് ക്ലൈവ് ആണ്. ഇനി എത്ര നാൾ നീണ്ടു നിന്നു, 1765 മുതൽ 1772 വരെയാണ് എന്ത് ഈ പറയുന്ന ഡുവൽ ഗവൺമെന്റ് നീണ്ടു നിന്നത്. ക്ലിയർ ആയോ? അപ്പോൾ ഓർത്തിരിക്കുക, ഡുവൽ ഗവൺമെന്റ് വരുന്നതിന്റെ പശ്ചാത്തലം എന്താ, ഇല്ല ട്രീറ്റിയാണ്. ഏത് ട്രീറ്റി, ട്രീറ്റി ഓഫ് അലഹബാദ് 1765 വിച്ച് ഇസ് സൈൻഡ് ബിറ്റ്വീൻ റോബർട്ട് ക്ലൈവ് വേഴ്സസ് നവാബ് ആവാദ് ആൻഡ് എവിടുത്തെയാ മുഗൾ എംപറായ ഷാ ആലം II. ഇവർ തമ്മിൽ സൈൻ ചെയ്ത കരാറാണ് ട്രീറ്റി ഓഫ് അലഹബാദ് 1765 എന്ന് പറയുന്നത്. അപ്പോൾ ആ ട്രീറ്റി സൈൻ ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ദിവാനി റൈറ്റ്സും അതുപോലെ നിസാമത്ത് റൈറ്റ്സും ആർക്ക് കൈമാറി, ഈ പറയുന്ന ബ്രിട്ടന് കൈമാറി. അതിനെയാണ് എന്ത് പറയുന്നത്, ഡുവൽ ഗവൺമെന്റ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഡുവൽ ഗവൺമെന്റ് സിസ്റ്റം കൊണ്ടുവന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്, ഡുവൽ ഗവൺമെന്റ് സിസ്റ്റം കൊണ്ടുവന്നത് ആരാണ്, റോബർട്ട് ക്ലൈവ് ആണ് ഡുവൽ സിസ്റ്റം കൊണ്ടുവന്നത്. ഡുവൽ സിസ്റ്റം ഓഫ് ഗവൺമെന്റ് കൊണ്ടുവന്നത് ആരാണ്, റോബർട്ട് ക്ലൈവ് ആണെന്ന് മനസ്സിലാക്കുക. എന്നാണ് എത്ര നാൾ അത് നീണ്ടു നിന്നു, 1765 മുതൽ 1772 എന്ന് പറയുന്നത്. ഇനി എന്താ ഡുവൽ ഗവൺമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡുവൽ ഗവൺമെന്റ് ബ്രിട്ടനും ഭരിക്കും, ആരും ഭരിക്കും, നവാബും ഭരിക്കും അല്ലേ. ബംഗാളില് ബ്രിട്ടൻ അത്രയും നാളും ആരാ ഭരിച്ചുകൊണ്ടിരുന്നത്, നവാബ് എന്ന് പറഞ്ഞ പേരിലാണ് ഒരാൾ ഭരിച്ചുകൊണ്ടിരുന്നത്. ഇനി മുതൽ എങ്ങനെയായിരിക്കും, ബ്രിട്ടന് ഒരു വകുപ്പ് ഉണ്ട്, അതുപോലെ നവാബിന് ഒരു വകുപ്പുണ്ട്. അതാണ് എന്ത്, ദിവാനി എന്ന് പറയുന്ന റൈറ്റും നിസാമത്ത് എന്ന് പറയുന്ന റൈറ്റും ആര് ഭരിക്കും, ഈ പറയുന്ന ബ്രിട്ടീഷുകാർ ഭരിക്കും അല്ലേ. ഈ രണ്ട് വകുപ്പുകൾ ആർക്ക് കൈമാറി, ബ്രിട്ടീഷുകാർക്ക് കൈമാറി. അതായത് ടാക്സ് കളക്ട് ചെയ്യാൻ, റവന്യൂ കളക്ട് ചെയ്യാനുള്ള അധികാരം, അതാണ് ദിവാനി റൈറ്റ് എന്ന് പറയുന്നത്. നിസാമത്ത് എന്ന് പറഞ്ഞാൽ പോലീസ് ആൻഡ് ജുഡീഷ്യൽ ഫംഗ്ഷൻസ്, ഈ അധികാരം ആർക്കാ, ബ്രിട്ടന്. അപ്പം ദിവാനി റൈറ്റ്സും അതുപോലെ തന്നെ നിസാമത്ത് റൈറ്റ്സും ആർക്ക് കൈമാറി, ഈ പറയുന്ന ബ്രിട്ടന് കൈമാറി എന്ന് മനസ്സിലാക്കാം. ഇനി ഡുവൽ ഗവൺമെന്റ് എന്നല്ലേ പറഞ്ഞത്, അതായത് രണ്ടുപേരും ഭരിക്കും എന്നാണ് പറഞ്ഞത്, ബ്രിട്ടീഷുകാരും ഭരിക്കും, നവാബ് ഭരിക്കും. അപ്പൊ നവാബിന് ഏത് വകുപ്പായിരിക്കും, നവാബ് വാസ് റെസ്പോൺസിബിൾ ഫോർ മെയിൻറ്റെയിനിങ് പീസ് ആൻഡ് ഓർഡർ, ലോ ആൻഡ് ഓർഡർ അല്ലേ. പീസ് ആൻഡ് ഓർഡർ, ലോ ആൻഡ് ഓർഡർ ആരായിരിക്കും, നവാബിന്റെ കയ്യിലായിരിക്കും. അതായത് ദിവാനി, നിസാമത്ത് ബ്രിട്ടന്റെ കൂടെ, ലോ ആൻഡ് ഓർഡർ വകുപ്പ് ആർക്ക് കിട്ടി, ഈ പറയുന്ന നവാബിന് കിട്ടി. അതിനെയാണ് ഡുവൽ ഗവൺമെന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഒന്നുകൂടി കേൾക്കുക, ദിവാനി ഫംഗ്ഷനും അതുപോലെ തന്നെ നിസാമത്ത് ഫംഗ്ഷനും ആർക്ക് കിട്ടി, ഈ പറയുന്ന ബ്രിട്ടന് കിട്ടി. അതുപോലെ തന്നെ പീസ് ആൻഡ് ഓർഡർ അല്ലെങ്കിൽ ലോ ആൻഡ് ഓർഡർ ആർക്ക് കിട്ടി, ഈ പറയുന്ന നവാബിന് കിട്ടി എന്ന് മനസ്സിലാക്കുക. അതിനെയാണ് ഡുവൽ ഗവൺമെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടുപേരും കൂടി ചേർന്ന് ബംഗാളിൽ ഭരിക്കും. ഇത് എത്ര നാൾ വരെ നീണ്ടുന്നുള്ളൂ, 1772 വരെ നീണ്ടുന്നുള്ളൂ. ഇത് എത്ര നാളെ നീണ്ടുന്നുള്ളൂ, 1772 വരെ. 1765 മുതൽ 1772 വരെയാണ് ഡുവൽ ഗവൺമെന്റ് ഓഫ് ബംഗാൾ നീണ്ടു നിന്നത്. കൊണ്ടുവന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റോബർട്ട് ക്ലൈവ്. ഇത് നിർത്തലാക്കിയത് ആരാണ്, ഇത് നിർത്തലാക്കിയത് വാരൻ ഹാസ്റ്റിങ്സ്. ക്ലിയർ ആയോ? ഇത് നിർത്തലാക്കിയത് ആരാണ്, വാരൻ ഹാസ്റ്റിങ്സ് ആണ്. അപ്പം ഡുവൽ സിസ്റ്റം ഗവൺമെന്റ് ഇൻ ബംഗാൾ കൊണ്ടുവന്നത് 1765 ആരാണ് കൊണ്ടുവന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റോബർട്ട് ക്ലൈവ് ആണ്. നിർത്തലാക്കിയത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാരൻ ഹാസ്റ്റിങ്സ് ആണ്. എന്നാൽ നിർത്തലാക്കിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1772. ക്ലിയർ ആയോ? ഓക്കെ ആണോ? അപ്പൊ ഇത് വന്നതിന്റെ പശ്ചാത്തലം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ബാറ്റിൽ ഓഫ് ബക്സർ കഴിഞ്ഞ് ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്യേണ്ടി വന്നു. ആ എഗ്രിമെന്റ് ആണ് എന്ത്, ട്രീറ്റി ഓഫ് അലഹബാദ് 1765 എന്ന് പറഞ്ഞാൽ. ആരൊക്കെ തമ്മിലാണ് ട്രീറ്റി ഓഫ് അലഹബാദ് 1765 സൈൻ ചെയ്തത്, റോബർട്ട് ക്ലൈവ് വേഴ്സസ് അവാദിലെ നവാബും മുഗൾ എംപറായ ഷാ ആലം II ചേർന്നാണ് എന്ത് ചെയ്യുന്നത്, ട്രീറ്റി ഓഫ് അലഹബാദ് സൈൻ ചെയ്തത്. ഇനി ആ ട്രീറ്റി ഓഫ് അലഹബാദിൽ പറയുന്ന ഏറ്റവും വലിയ കാര്യമാണ് എന്ത്, ദിവാനി ഫംഗ്ഷനും അതുപോലെ തന്നെ നിസാമത്ത് ഫംഗ്ഷനും ആർക്ക് കൈമാറി എന്ന് പറയുന്നത്, ബ്രിട്ടന് കൈമാറി എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? അപ്പൊ അങ്ങനെ കൈമാറി എന്ന് പറഞ്ഞു. അപ്പൊ ആ കൈമാറിയതിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയൊരു സിസ്റ്റം ബംഗാളിൽ കൊണ്ടുവന്നത്. എന്താണ്, ഡുവൽ ഗവൺമെന്റ് ഇൻ ബംഗാൾ എന്ന് പറയുന്നത്. അതായത് ദിവാനി റൈറ്റ്സും നിസാമത്ത് റൈറ്റ്സും, അതായത് ടാക്സ് പിരിക്കാനുള്ള അല്ലെങ്കിൽ റവന്യൂ കളക്ട് ചെയ്യാനുള്ള അധികാരമാണ് എന്ത് പറയുന്നത്, ദിവാനി റൈറ്റ്സ് എന്ന് പറയുന്നത്. പോലീസ് ആൻഡ് ജുഡീഷ്യൽ സർവീസ് കൈകാര്യം ചെയ്യാനുള്ള വകുപ്പാണ് എന്ത്, നിസാമത്ത് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ രണ്ട് അധികാരം ആർക്ക് പോകും, ഈ പറയുന്ന ബ്രിട്ടന് പോകും.
പകരം ആർക്ക് നവാബിന് എന്താ കിട്ടുക? നവാബിന് ലോ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്യാനുള്ള അധികാരമാണ് കിട്ടുക. അതുകൊണ്ട് രണ്ടുപേരും ചേർന്നായിരിക്കും ഇനി ബംഗാൾ ഭരിക്കുന്നത്. അതുകൊണ്ടാണ് ഡുവൽ ഗവൺമെന്റ് എന്ന് പറയുന്നത്. ഇനി ദിവാനി റൈറ്റ്സ് ആരായിരിക്കും നടപ്പിലാക്കുന്നത്? ദിവാനി റൈറ്റ്സ് ദിവാൻ എന്ന പേരിൽ ഒരു ആളായിരിക്കും നടപ്പിലാക്കുന്നത്. ദിവാനി റൈറ്റ്സ് എന്ന് പറയുന്നത് ആരാണ്? ദിവാൻ എന്ന് പറയുന്ന ബ്രിട്ടീഷുകാർ നിയമിക്കുന്ന ഒരു ദിവാൻ എന്ന് പറയുന്ന ഒരാളായിരിക്കും നടപ്പിലാക്കുന്നത്. അതുപോലെ നിസാമത്ത് റൈറ്റ്സ് നടപ്പിലാക്കുന്ന ആരായിരിക്കും? ഈ പറയുന്ന ഡെപ്യൂട്ടി സുബേദാർ എന്ന് പറയുന്ന ആളായിരിക്കും. ഇവർ രണ്ടുപേരും അപ്പോയിന്റ് ചെയ്യുന്ന ബ്രിട്ടൻകാരായിരിക്കും. ഓക്കെ, അപ്പം രണ്ടുപേരുടെയും കൺട്രോൾ എന്താണ്? ബ്രിട്ടന്റെ കയ്യിലാണെന്ന് മനസ്സിലാക്കുക. ദിവാനി റൈറ്റ്സ് കൺട്രോൾ ചെയ്യുന്ന ആരായിരിക്കും? ഈ പറയുന്ന ആരാണ് ദിവാനി റൈറ്റ്സ് കൈകാര്യം ചെയ്യുന്നത്? ദിവാൻ എന്ന പേരിലും അതുപോലെ നിസാമത്ത് ഫംഗ്ഷൻ കൈകാര്യം ചെയ്യുന്നത് ഡെപ്യൂട്ടി സുബേദാർ എന്ന പേരിലുമാണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? അപ്പൊ ഡുവൽ ഗവൺമെന്റ് എടുത്തു കളയുന്ന ആരാണ്? വാരൻ ഹാസ്റ്റിങ്സ് ആണെന്ന് മനസ്സിലാക്കുക. ഡുവൽ ഗവൺമെന്റ് എടുത്തു കളയുന്നത് വാരൻ ഹാസ്റ്റിങ്സ് ആണെന്ന് മനസ്സിലാക്കുക. കൊണ്ടുവന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റോബർട്ട് ക്ലൈവ് ആണ്. റോബർട്ട് ക്ലൈവ് എന്നാണ് ഡുവൽ ഗവൺമെന്റ് കൊണ്ടുവന്ന ബംഗാളിൽ? 1765 എടുത്തു കളയുന്നത് എന്നാണ്? 1772 വാരൻ ഹാസ്റ്റിങ്സ് ഡുവൽ ഗവൺമെന്റ് ബംഗാളിൽ നിന്നുള്ള ഡുവൽ ഗവൺമെന്റ് എടുത്തു കളയുന്നത്. ഡുവൽ ഗവൺമെന്റ് മനസ്സിലായല്ലോ? ദിവാനി നിസാമത്ത് ഇമ്പോർട്ടന്റ് ആണ്. ദിവാനി നിസാമത്ത് ഫംഗ്ഷൻ ആരുടെ കയ്യിൽ? ബ്രിട്ടന്റെ കയ്യിലും. ലോ ആൻഡ് ഓർഡർ ആരുടെ കയ്യിൽ? നവാബിന്റെ. അങ്ങനെ രണ്ടുപേർ ചേർന്നായിരിക്കും എന്ത് ചെയ്യുക? ബ്രിട്ടനും നവാബും ചേർന്നായിരിക്കും ബംഗാൾ ഭരിക്കുന്നത്. അതിനെയാണ് ഡുവൽ ഗവൺമെന്റ് എന്ന് പറയുന്നത്. 1765 കൊണ്ടുവന്നത് റോബർട്ട് ക്ലൈവ്, എടുത്തു കളഞ്ഞത് വാരൻ ഹാസ്റ്റിങ്സ് 1772. ഓക്കെ അല്ലേ? ഇത്രയാണ് നമ്മുടെ ഹിസ്റ്റോറിക്കൽ സിഗ്നിഫിക്കൻസ് ആയിട്ട് പറയുന്നത്. അതായത് ബ്രിട്ടീഷുകാർ ഇപ്പോൾ എന്ത് ചെയ്തു? ഇവിടെ അടിത്തറ പാകി. അവരുടെ റൂളിന്റെ അടിത്തറ ഇവിടെ പാകി കഴിഞ്ഞിരിക്കുന്നു. ക്ലിയർ ആയല്ലോ? ബാറ്റിൽ ഓഫ് പ്ലാസി 22 ജൂൺ 1757, ബാറ്റിൽ ഓഫ് ബക്സർ 22 ഒക്ടോബർ 1764. ഓക്കെ, അപ്പൊ ആ രണ്ട് യുദ്ധം ശേഷം എന്ത് ചെയ്തു? ബ്രിട്ടൻ കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്തു? ഇവിടെ ആധിപത്യം സ്ഥാപിച്ചു. ഇനി ആദ്യം ആധിപത്യം സ്ഥാപിക്കാവുന്ന യുദ്ധം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാറ്റിൽ ഓഫ് പ്ലാസി ആണ്. കംപ്ലീറ്റ് ആയിട്ട് ഇതായത് ഏതെന്ന് ചോദിച്ചാൽ ബാറ്റിൽ ഓഫ് ബക്സർ ആണെന്ന് മനസ്സിലാക്കാം. ക്ലിയർ ആയോ? ഇനി നമ്മൾ അടുത്ത ടോപ്പിക്കിലോട്ട് പോവാ. നമുക്കറിയാം ഇനി ഇത് കഴിഞ്ഞിട്ട് പല രീതിയിൽ ഇന്ത്യൻസ് ഇവരുടെ സ്വഭാവമൊക്കെ പല രീതിയിൽ ഇവർക്ക് മനസ്സിലാവുന്നുണ്ട്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കാരുടെയും ബ്രിട്ടൻകാരുടെയും എല്ലാ രീതിയിലും ഉള്ള അവരുടെ എക്സ്പ്ലോയിറ്റേഷൻ, നല്ല രീതിയിൽ അവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ തുടങ്ങി. പല കാര്യത്തിൽ അവർ ഇടപെടാൻ തുടങ്ങി. അവർ പുതിയ ടാക്സ് സിസ്റ്റം കൊണ്ടുവന്നു. പലരെയും ദ്രോഹിക്കാൻ തുടങ്ങി. പലരുടെയും സ്വത്തുക്കൾ പിടിച്ചെടുക്കാൻ തുടങ്ങി. സെമീന്ദാരി സിസ്റ്റം കൊണ്ടുവന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ബ്രിട്ടൻകാർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നതാണ് എന്ത്? 1857 വിപ്ലവം അല്ലെ? 1857 വിപ്ലവം അല്ലെങ്കിൽ 1857 റിവോൾട്ട് എന്ന് പറയുന്നത് ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസിന് മുമ്പും യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്, റിവോൾട്ടുകളുണ്ട്, കലാപം ഉണ്ടായിട്ടുണ്ട്. അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. എന്താ? അതർ ട്രൈബൽ റിവോൾട്ട്സ് ബിഫോർ 1857 അല്ലേ? 1850 നമ്മൾ പലരും വിചാരമാണ് ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ പലരും വിചാരിക്കും 1857 റിവോൾട്ട് ആയിരുന്നു ആദ്യമായിട്ട് ഇന്ത്യക്കാർ ആയുധം എടുത്തെന്നുള്ളത്. അല്ല, 1857 മുമ്പായിട്ട് എന്താണ്? ട്രൈബൽ റിവോൾട്ടുകൾ നടന്നിട്ടുണ്ട്. പല രീതിയിലുള്ള ട്രൈബൽ റിവോൾട്ടുകൾ ഇന്ത്യയിൽ നടന്നിട്ടുണ്ട്. ഇനി എന്തിനായിരിക്കും ട്രൈബൽ റിവോൾട്ട് നടന്നത്? ഒന്നുമില്ല. കാരണം ട്രൈബ്സ് എന്ന് പറയുന്ന അവർക്കായിട്ടൊരു ഏരിയ ഉണ്ട്, കാട് അല്ലേ? ആ കാട്ടിൽ കയറി ഇവര് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ തുടങ്ങി. പല രീതിയിൽ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ തുടങ്ങി. അവരുടെ റൈറ്റ്സ് എടുത്ത് കളയാൻ തുടങ്ങി ബ്രിട്ടൻകാർ. അവർ റൈറ്റ്സ് എടുത്ത് കളയുന്ന ഓരോ നിയമം പാസ്സാക്കാൻ തുടങ്ങി. അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്കാണ് ട്രൈബ്സ് എന്ത് ചെയ്ത്? അതിന് റിവോൾട്ട്, കലാപം തുടങ്ങിയത്. അപ്പോൾ 1857 മുമ്പ് എന്താണ്? പല രീതിയിലുള്ള ട്രൈബൽ റിവോൾട്ട് ഇവിടെ നടന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക. ഓക്കെ അല്ലേ? നമുക്ക് നോക്കാം ഏതൊക്കെയാണെന്നുള്ളത്. ഒന്നാമത് സന്യാസി റിവോൾട്ട്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നാമത്തത് സന്യാസി റിവോൾട്ട് നടക്കുന്നത് എന്താണ്? 1763 1800 അല്ലെ? 1763 1800 കാലഘട്ടത്തിലാണ് സന്യാസി റിവോൾട്ട് നടക്കുന്നതെന്ന് മനസ്സിലാക്കുക. എന്താ സന്യാസി റിവോൾട്ട് ഉണ്ടാകാൻ കാരണം? ഒന്നാമത്തെ കാര്യം ഡിസാസ്റ്റേഴ്സ് ഓഫ് ഫെമൈൻ അല്ലെ? ഫെമൈൻ എന്ന് പറഞ്ഞാൽ എന്താ? ദാരിദ്ര്യമാണ് അല്ലെ? ഭക്ഷ്യക്ഷാമൊക്കെയാണ് ഫെമൈൻ എന്ന് പറയുന്നത്. അപ്പൊ ഡിസാസ്റ്റർ ഫെമൈൻ 1770 ഡിസാസ്റ്റർസ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ പരിതാപകമായ ഒരു ഭക്ഷ്യക്ഷാമം അവിടെ ഉണ്ടായിട്ടുണ്ട് 1770. ക്ലിയർ ആയോ? അതിനുശേഷം വേറെ അത് ഒരു കാരണം. രണ്ടാമത്തെ കാരണം എന്താണ്? ഹാർഷ് എക്കണോമിക് ഓർഡർ ഓഫ് ബ്രിട്ടീഷ് കമ്പൽഡ് എ ഗ്രൂപ്പ് ഓഫ് സന്യാസിസ് ഇൻ ദ ഈസ്റ്റേൺ ഇന്ത്യ അല്ലേ? ഈസ്റ്റേൺ ഇന്ത്യയിൽ താമസിക്കുന്ന കുറച്ച് സന്യാസിസ് അവർക്ക് എന്താണ്? അവർക്കെതിരെ നല്ല രീതിയിലുള്ള സാമ്പത്തികപരമായി നല്ല രീതിയിൽ അവരെ ബുദ്ധിമുട്ടിക്കാൻ തുടങ്ങി. അത് ഈസ്റ്റേൺ ഇന്ത്യയിൽ താമസിച്ചിരുന്ന കുറച്ച് സന്യാസിനെ നല്ല രീതിയിൽ ബ്രിട്ടൻ എങ്ങനെ അവരെ വശീകരിക്കാൻ തുടങ്ങി? എങ്ങനെ ഈ പറയുന്ന സാമ്പത്തികപരമായ രീതിയിൽ നല്ല രീതിയിൽ അവരെ ദ്രോഹിക്കാൻ തുടങ്ങി. അപ്പോൾ അതാണ് ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത്. അപ്പോൾ അത് എന്തിനെ കമ്പൽ ചെയ്തു? ഈ സന്യാസി എന്ത് ചെയ്തു? ഈ സന്യാസികൾ റിവോൾട്ടിന് അടിത്തറ പാകി. അതാണ് സന്യാസി റിവോൾട്ട് എന്ന് പറയുന്നത്. 1763 മുതൽ 1800 വരെയാണ് സന്യാസി റിവോൾട്ട് നടക്കുന്നത്. ഇനി സന്യാസി റിവോൾട്ടിലെ പ്രധാനപ്പെട്ട നേതാക്കൾ നിങ്ങൾ പഠിച്ചു വെക്കേണ്ട കാര്യമാണ്. പ്രധാനപ്പെട്ട ലീഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ജും ഷാ, ഒന്നാമത്തെ ആള് മഞ്ജും ഷാ, രണ്ടാമത്തെ ആള് ചിരാഗ് അലി. ഒന്നാമത്തെ ആള് മഞ്ജും ഷാ, രണ്ടാമത്തെ ആള് ചിരാഗ് അലി, മൂന്നാമത്തെ ആള് മൂസ ഷാ, നാലാമത്തെ ആള് ഭാവനി പതക്, അഞ്ചാമത്തെ ആള് ദേവി ചൗധരി.
ഓക്കെ, ആരൊക്കെയാ? മഞ്ജും ഷാ, മൂസ ഷാ, ചിരാഗ് അലി, ഭാവിനി പഥക്, ദേബി ചൗധരി ആയിരുന്നു ഇമ്പോർട്ടന്റ് ലീഡേഴ്സ് ഓഫ് എവിടുത്തെ ഈ പറയുന്ന സന്യാസി റിവോൾട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാരായിരുന്നു, അല്ലെങ്കിൽ അത് ലീഡ് ചെയ്ത ആൾക്കാരായിരുന്നു. ആരൊക്കെ? മഞ്ജും ഷാ, ചിരാഗ് അലി, മൂസ ഷാ, ഭാവിനി പഥക്, ദേബി ചൗധരി എന്ന് പറയുന്ന ആൾക്കാർ. ക്ലിയർ ആയോ? ഇനി സന്യാസി റിവോൾട്ടിനെ പറ്റി പറയുന്ന ബുക്കാണ് ഏത്? ആനന്ദ് മത് എന്ന് പറയുന്നത്. ഓക്കെ, ആനന്ദ് മത് എന്ന് പറയുന്ന ബുക്ക് എന്താണ്? സന്യാസി റിവോൾട്ടിനെ പറ്റി പറയുന്ന ബുക്കാണ്. ആരാ എഴുതിയത്? ബങ്കിം ചന്ദ്ര ചത്തോപാധ്യായ അല്ലെ? ബങ്കിം ചന്ദ്ര ചത്തോപാധ്യായ ആണ് എന്ത് ചെയ്ത് എഴുതിയത്? ആനന്ദ് മത് എഴുതിയത്. ക്ലിയർ ആയോ? ആനന്ദ് മത് ബുക്കിലാണ് എന്തിനെ പറ്റി പറയുന്നത്? സന്യാസി റിവോൾട്ടിനെ പറ്റി പറയുന്നത്. സന്യാസി റിവോൾട്ട് നടക്കുന്നത് 1763 1800 നടക്കുന്നത്. അത് എഴുതിയത് ആരാണ്? ആനന്ദ് മത് എഴുതിയതാണ്. ആ നോവൽ എഴുതിയത് ഒരു ഹിസ്റ്റോറിക്കൽ ചരിത്രപരമായ നോവലാണ് ആനന്ദ് മത് എന്ന് പറയുന്നത്. അപ്പൊ ആനന്ദ് മതിൽ പറയുന്ന ആ ബുക്ക്, ആ നോവൽ എഴുതിയതാണ് ബങ്കിം ചന്ദ്ര ചത്തോപാധ്യായ എന്ന് മനസ്സിലാക്കാം. ബേസ്ഡ് ഓൺ ദി സന്യാസി റിവോൾട്ട് അല്ലെ? സന്യാസി റിവോൾട്ടിനെ പറ്റി എഴുതിയിരിക്കുന്ന ബുക്കാണ് എന്ത്? ആനന്ദ് മത് എന്ന് പറയുന്നത് മനസ്സിലാക്കാം. ക്ലിയർ ആയോ? അത് കഴിഞ്ഞിട്ട് ബങ്കിം ചന്ദ്ര ഓൾസോ റോട്ട് എ നോവൽ. ബങ്കിം ചന്ദ്ര ഓൾസോ റോട്ട്, ഈ പറയുന്ന ബങ്കിം ചന്ദ്ര ചത്തോപാധ്യായ തന്നെ വേറൊരു ബുക്ക് എഴുതിയിട്ടുണ്ട്. ആ ബുക്കിന്റെ പേരാണ് എന്ത്? ദേവി ചൗധരി എന്ന് പറയുന്നത്. ഓക്കെ, 2 നോവലാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ആനന്ദ് മത് എന്ന് പറയുന്നത്. ആനന്ദ് മതിനകത്താണ് എന്ത് പറയുന്നത്? സന്യാസി റിവോൾട്ടിനെ പറ്റി കാര്യമായിട്ട് അതിനകത്ത് എടുത്തു പറയുന്നത്. അത് ദേവി ചൗധരി എന്ന് പറയുന്ന ഒരു നോവലും കൂടി എഴുതിയിട്ടുണ്ട്. ആ നോവലിലാണ് എന്ത് പറയുന്നത്? വുമൻസ് റിവോൾട്ടിലേക്ക് ഇറങ്ങിയതിന്റെ ഇമ്പോർട്ടൻസിനെ പറ്റി പറയുന്നത് അല്ലേ? അന്നത്തെ സമയത്തൊന്നും സ്ത്രീകളൊക്കെ റിവോൾട്ടിൽ ഇറങ്ങുന്നത് വളരെ കുറവായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു ദേവി ചൗധരി എന്ന് പറയുന്ന ആളെന്താണ്? ഞാൻ പറഞ്ഞു, ഇവിടെ ലീഡേഴ്സ് പറഞ്ഞില്ലേ, സന്യാസി റിവോൾട്ട് ലീഡ് ചെയ്തതിലെ ഒരു സ്ത്രീയാണ് എന്ത്? ഭാവിനി പഥക്കും അതുപോലെ തന്നെ ദേവി ചൗധരി എന്ന് പറയുന്ന ആൾക്കാർ. അപ്പൊ അങ്ങനെ ഒരു സ്ത്രീ റിവോൾട്ടിൽ മുന്നിട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അവരെ പറ്റി കൂടുതൽ വർണ്ണിച്ചിരിക്കാൻ വേണ്ടിയിട്ട് ഒരു നോവൽ എഴുതിയിട്ടുണ്ടായിരുന്നു. അതാണ് എന്ത്? ദേവി ചൗധരി എന്ന് പറയുന്ന നോവൽ. അതായത് ഈ പറയുന്ന ബങ്കിം ചന്ദ്ര ചത്തോപാധ്യായ എഴുതിയ ഒരു നോവലാണ് എന്ത്? ഈ പറയുന്ന ദേവി ചൗധരി. എന്തിനാ ദേവി ചൗധരി എന്നുള്ളത് ഏതാണ്ട് പറയുന്നുണ്ട്. എന്താണ്? ടു ഷോ ദ ഇമ്പോർട്ടൻസ് ഓഫ് ദി വുമൻ talking about the struggle അല്ലേ? to show the importance of the woman to taking up the struggle അല്ലേ? സ്ട്രഗിൾ, ആ റിവോൾട്ട് അവര് മുന്നിട്ട് ഇറങ്ങുന്ന ആ വുമൻസിന്റെ റോള് കാണിക്കാൻ വേണ്ടിയിട്ട് തന്നെ ബങ്കിം ചന്ദ്ര ചത്തോപാധ്യായ എന്തെഴുതി? ഈ പറയുന്ന ദേവി ചൗധരി എന്ന് പറയുന്ന നോവൽ. കാരണം ദേവി ചൗധരി എന്ന് പറയുന്നത് ഈ റിവോൾട്ട് ലീഡ് ചെയ്ത ഒരു സ്ത്രീയാണ്. ഓക്കെ, ഇതാണ് സന്യാസി റിവോൾട്ട് എന്ന് പറയുന്നത്. സന്യാസി റിവോൾട്ട് നടക്കുന്നത് 1763 1800 മനസ്സിലാക്കുക. എന്താണ് ഇനി അതിന്റെ കാരണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഒന്ന്, ഡിസാസ്ട്രസ് ആയിട്ടുള്ള ഭക്ഷ്യക്ഷാമം 1770 രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ സാമ്പത്തികപരമായി ഇവരെ സന്യാസി ഈസ്റ്റേൺ ഇന്ത്യയിൽ താമസിച്ച് വന്നു പോയിക്കൊണ്ടിരുന്ന ഈ സന്യാസിനെ നല്ല രീതിയിൽ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അതാണ് ഈ കലാപത്തിൽ ഉണ്ടാവാൻ കാരണം. ഇനി അത് നയിച്ചത് ആരാന്ന് ചോദിച്ചാൽ മഞ്ജും ഷാ, മൂസ ഷാ, ചിരാഗ് അലി, ഭാവിനി പഥക്, ദേവി ചൗധരി. ഓക്കെ, ഇത് സന്യാസി റിവോൾട്ടിനെ പറ്റി പറയുന്ന നോവൽ, സെമി ഹിസ്റ്റോറിക് നോവലുണ്ട്. ബങ്കിം ചന്ദ്ര ചത്തോപാധ്യായ എഴുതിയ നോവലാണ് എന്ത്? ആനന്ദ് മത് എന്ന് പറയുന്നത്. ഓക്കെ, അദ്ദേഹം വേറൊരു നോവൽ എഴുതിയിട്ടുണ്ട്. ആ നോവലിന്റെ പേരാണ് എന്ത്? ഈ പറയുന്ന ദേവി ചൗധരി എന്ന് പറയുന്നത്. എന്താണ്? വുമൻസിന്റെ ഇമ്പോർട്ടൻസ് അല്ലെ? സ്ട്രഗിളിൽ അല്ലെങ്കിൽ റിവോൾട്ടിലുള്ള വുമൻസിന്റെ ഇമ്പോർട്ടൻസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത്? ദേവി ചൗധരി എന്ന് പറയുന്ന നോവൽ എഴുതിയിരിക്കുന്നത് മനസ്സിലാക്കാം. ഓക്കെ ആണോ? ക്ലിയർ ആണോ? അടുത്ത നമുക്ക് നോക്കാം. അടുത്ത റിവോൾട്ട് നോക്കാം. പൈക്ക റിബല്യൻ. പൈക്ക റിബല്യൻ എന്ന് പറയുന്നത് 1870 നടക്കുന്ന യുദ്ധമാണ് അല്ലേ? 1817 നടക്കുന്ന ഒരു യുദ്ധമാണ് എന്ത്? പൈക്ക റിബല്യൻ. ഒരു ട്രൈബൽ റിവോൾട്ട് ആണ് പൈക്ക റിബല്യൻ. പൈക്ക എന്ന് പറയുന്ന പൈക്സ് എന്ന് പറയുന്നത് എന്താണ്? അവിടുത്തെ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ലാൻഡഡ് മിലിഷ്യാണ്. അവിടുത്തെ ഒരു ആർമിയാണ്. ഒരു ചെറിയ രീതിയിലുള്ള ആ ലാൻഡിലെ ഒരു ചെറിയ രീതിയിലുള്ള ഒരു പോലീസ് എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലത്തെ ഒരു അവിടുത്തെ ലോ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ് എന്ത്? പൈക്സ് എന്ന് പറയുന്നത് അല്ലേ? പൈക്സ് എന്ന് പറയുന്നത് അവരുടെ കലാപമാണ് എന്ത്? പൈക്ക റിബല്യൻ. ഇനി പൈക്ക റിബല്യൻ ഉണ്ടാവാനുള്ള കാര്യം എന്താണ്? അവർക്ക് ഈ പൈക്ക റിബല്യൻ ഒരു പൈക്സിന്, അത് ഈ പറയുന്ന വർഗ്ഗക്കാർക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. അവർ ഈ മിലിറ്ററി സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്താണ്? അവർ ഈ നാട് സംരക്ഷിക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് എന്ത് ചെയ്യാം? റെന്റ് ഫ്രീ ലാൻഡ് ഉണ്ടായിരുന്നു. റെന്റ് ഫ്രീ ലാൻഡ്, അത് വാടക കൊടുക്കാതെ തന്നെ അവർക്ക് ഭൂമി ഉണ്ടായിരുന്നു. ഓക്കെ, പക്ഷേ എന്ത് സംഭവിച്ചു? പക്ഷേ ഈ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഒഡീഷ അവർ കൈയടക്കി പിടിക്കുന്നുണ്ട്. എന്നാ 1803 1803 അവർ ഒഡീഷ കൈയടക്കി പിടിക്കുന്നു. ആര്? ഈ ഇംഗ്ലീഷുകാർ. അപ്പൊ അങ്ങനെ കൈയടക്കി പിടിച്ചതിന് ശേഷം ഇവർക്ക് കിട്ടിയിരുന്ന പ്രിവിലേജ് എന്താവുന്നുണ്ട്? നഷ്ടപ്പെടുന്നുണ്ട്. അതായത് പൈക്സ് എന്ന് പറഞ്ഞ് ഞാൻ എന്താ പറഞ്ഞത്? അവിടുത്തെ ലാൻഡ് ആൻഡ് മിലിഷ്യ അല്ലെ? ലാൻഡിലുള്ള ഒരു പോലീസ് പോലത്തെ പോലീസ് നടപടിക്രമങ്ങളായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു മിലിറ്ററി സൈന്യമാണ് എന്ത്? ഈ പറയുന്ന പൈക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അവർ കൊടുക്കുന്ന സർവീസിന് എന്താണ് അവർക്ക് കിട്ടുന്ന ഒരു റിസൾട്ട് ആയിരുന്നു എന്ത്? അവർ ഈ പറയുന്ന ഈ ഒരു എൻജോയ്ഡ് ഫ്രീ ലാൻഡ് എന്നല്ലേ? ഫ്രീ ആയിട്ടുള്ള ലാൻഡ്. അത് മീൻസ് അവർക്ക് ആ വാടക കൊടുക്കാതെ തന്നെ അവർക്ക് ഭൂമി കൈമാറ്റം ചെയ്യുന്ന ഒരു പ്രിവിലേജ് അവർക്കുണ്ടായിരുന്നു. പക്ഷേ ഇംഗ്ലീഷ് ഈസ്റ്റിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷുകാർ ഒഡീഷ എന്ന് കൈയടക്കി പിടിക്കുന്നുണ്ട്. 1803 കൈയടക്കി പിടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ
ആ കൈയടക്കി പിടിച്ചതിന് ശേഷം അവരെന്ത് ചെയ്യുന്നുണ്ട്, അവർ ആ ലാൻഡ് കയറി അവർ അടക്കി പിടിക്കുന്നത്. അതായത് അവിടുത്തെ റാൻഡ് ലെവൽ പോളിസി ഒക്കെ അവരെടുത്ത് മാറ്റുന്നുണ്ട് അല്ലേ. അവർ അത്രയും നാളെ എൻജോയ് ചെയ്തിരുന്ന പ്രിവിലേജ് എല്ലാം മാറിപ്പോകുന്നുണ്ട്. അപ്പോൾ ഇതാണ് എന്തിലേക്ക് നയിച്ചത്, പൈക്ക റിബിലേക്ക് നയിച്ചതെന്ന് മനസ്സിലാക്കുക 1870. ഇനി അത് നയിച്ചത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബക്ഷി ജഗബന്ധു ബിദ്യാധർ. ബക്ഷി ജഗബന്ധു ബിദ്യാധർ ആണ് പൈക്ക റിബിലിയൻ നേരിട്ടത്, ലീഡ് ചെയ്തത്. ക്ലിയർ ആയല്ലോ. പൈക്ക റിബിലിയൻ ലീഡ് ചെയ്ത് ബക്ഷി ജഗബന്ധു ബിദ്യാധർ ആണ് എന്ത് ചെയ്യുന്നത്, പൈക്ക റിബിലിയൻ ലീഡ് ചെയ്യുന്നത്. പൈക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, പൈക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ലാൻഡഡ് മിലിറ്ററി ഓർഗനൈസേഷൻ ആണ്. അവർക്ക് ഒരുപാട് പ്രിവിലേജസ് ഉണ്ടായിരുന്നു. പക്ഷേ ഇംഗ്ലീഷുകാർ ഒഡീഷ എന്ത് ചെയ്യുന്നത്, ഒഡീഷയിലുള്ള ട്രൈബൽ ഒരു ഗ്രൂപ്പാണ് എന്താ പൈക്സ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇംഗ്ലീഷുകാർ എന്തോ ഒഡീഷ 1803 പിടിച്ചെടുക്കുന്നുണ്ട്. അതോടെ അവരുടെ പ്രിവിലേജ് എന്ത് ചെയ്യുന്നുണ്ട്. ഇതാണ് കലാപം ഉണ്ടാവാനുള്ള കാരണം. ബക്ഷി ജഗബന്ധു ബിദ്യാധർ ആണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന ഈ പൈക്ക് റിബിലിയന്റെ മിലിറ്ററി ചീഫ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ. അടുത്ത സന്താൽ റിബിലിയൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, സ്ഥിരം ചോദ്യമാണ്. 1855 1856 കാലഘട്ടത്തിലാണ് എന്ത് നടക്കുന്നത്, സന്താൽ റിബിലിയൻ നടക്കുന്നത്. ഓക്കെ, സന്താൽ റിബിലിയൻ നടക്കുന്നത് ആരൊക്കെ, 1855 1856 കാലത്തിലാണ്. സംഭവം ഇത്രയേ ഉള്ളൂ. അവർ കൊണ്ടുവന്ന സെമീന്ദാരി സിസ്റ്റം, ഇംഗ്ലീഷുകാർ സെമീന്ദാരി സിസ്റ്റം കൊണ്ടുവന്നു. സന്താൽ എവിടുത്തെ ട്രൈബാണ്, ജാർഖണ്ഡ് മേഖലയിലൊക്കെ ഉള്ള ട്രൈബാണ്. രാജ്മഹൽ ഹിൽസിലെ ട്രൈബാണ് എന്ത്, ഈ പറയുന്ന സന്താൽസ് എന്ന് പറയുന്നത്. ഇപ്പോഴും നമ്മുടെ പ്രസിഡന്റ് അല്ലെ ദ്രൗപദി മുർമു എന്ന് പറയുന്നത് ഏത് ട്രൈബിൽ ഉൾപ്പെട്ടാണ്, സന്താലി ട്രൈബിൽ ഉൾപ്പെട്ട ആളാണ്. ഓക്കെ, അപ്പോൾ ഈ സന്താൽ റിബിലിയൻ 1855 1856 നടക്കുന്നത്. അവർ യുദ്ധം നടക്കാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെമീന്ദാരി സിസ്റ്റം ആര് കൊണ്ടുവരുന്നുണ്ട്, ഇംഗ്ലീഷുകാർ കൊണ്ടുവരുന്നുണ്ട് അല്ലേ. സെമീന്ദാരി സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലാൻഡ് അവർക്ക് പാട്ടത്തിന് കൊടുക്കുക. അപ്പോൾ ആ പ്രൊഡ്യൂസ് ചെയ്തില്ലെങ്കിൽ അവരിൽ നിന്ന് ഇതെല്ലാം പിടിച്ചെടുക്കുക എന്നുള്ളതാണ് അല്ലേ. അതാണ് സെമീന്ദാരി സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ആ സെമീന്ദാരി സിസ്റ്റത്തിനെതിരെയും അതുപോലെ തന്നെ ഔട്ട്സൈഡേഴ്സിനെതിരെയും അവരുടെ ലാൻഡിൽ കയറി എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നതാണ് ഔട്ട്സൈഡേഴ്സ്. അതാണ് ഇംഗ്ലീഷുകാരെന്ന് പറയുന്നത്. അപ്പോൾ അവർക്കെതിരെയും കൂടിയാണ് എന്ത് ചെയ്യുന്നത്. ആ ഒരു കാരണത്താലാണ് സന്താൽ റിബിലിയൻ നടക്കുന്നതെന്ന് മനസ്സിലാക്കുക. ഇനി സന്താൽ റിബിലിയൻ നയിച്ചത് ആരൊക്കെയാണ്, സന്താൽ ബ്രദേഴ്സ് എന്ന് അറിയപ്പെടുന്ന സിന്ധു ആൻഡ് കൺഹു അല്ലെ. സിന്ധു ആൻഡ് കൺഹു മുർമു ഇൻ രാജ്മഹൽ ഹിൽസ്. സിദ്ധു ആൻഡ് കൺഹു മുർമു, സിദ്ധു മുർമു അഥവാ കൺഹു മുർമു, ഈ രണ്ട് സഹോദരങ്ങളാണ് ഈ സന്താൽ റിബിലിയൻ എന്ത് ചെയ്യുന്നത്, ലീഡ് ചെയ്യുന്നത്. 1855 1856 കാലഘട്ടത്തിൽ. ക്ലിയർ ആയല്ലോ. രണ്ട് സന്താൽ ബ്രദേഴ്സ് ആയിരുന്നു. ആരൊക്കെയാ, സിദ്ധു മുർമു കൺഹു മുർമു എന്നുള്ള രണ്ട് സഹോദരങ്ങളാണ് ഈ പറയുന്ന സന്താൽ റിബിലിയൻ കൈകാര്യം ചെയ്യുന്നത്, അല്ലെങ്കിൽ സന്താൽ റിബിലിയൻ എന്ത് ചെയ്യുന്നത്, ലീഡ് ചെയ്യുന്നത്. ഈ റിബിലിയൻ നല്ല രീതിയിൽ ശക്തപ്പെട്ടു അല്ലേ. നല്ല റിവോൾട്ടാണ്, ഭയങ്കര ഒരു അതിശക്തമായ റിവോൾട്ടാണ്. കാരണം ഇവർ ഉപയോഗിച്ചത് ഗറില്ല വാർഫെയർ ആണ്. ബ്രിട്ടീഷുകാർക്ക് അധികം ഒളിപ്പോരെന്ന് പറയും. ബ്രിട്ടീഷുകാർക്ക് അധികം പരിചയമില്ലാത്തൊരു യുദ്ധമുറയാണ്. അതുകൊണ്ട് ഇവരുടെ മുന്നിൽ പിടിച്ചിരിക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ട്. അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷ് അവസാനം വഴങ്ങുന്നുണ്ട്. ബ്രിട്ടീഷ് എന്ത് ചെയ്തു, സന്താൽ പർഗൻസ് ടെനൻസി ആക്ട് 1876 പാസ്സാക്കി. സന്താൽ ടെനൻസി ആക്ട് 1876 പാസ്സാക്കി. എന്ത് കൊടുത്തു, ഒരു പ്രൊട്ടക്ഷൻ കൊടുത്തു ട്രൈബൽസിന് അല്ലേ. എക്സ്പ്ലോയിറ്റേഷൻ, അതായത് ബ്രിട്ടീഷുകാരുടെ എക്സ്പ്ലോയിറ്റേഷനെതിരെ അവിടുത്തെ ട്രൈബൽസിന് കുറച്ച് പ്രൊട്ടക്ഷൻ, കുറച്ച് സംരക്ഷണം ഈ ആക്ടിനകത്ത് കൊടുത്തു. ഏതാ, സന്താൽ ടെനൻസി ആക്ട് 1876. ക്ലിയർ ആയോ. ഇതാണ് സന്താൽ റിബിലിയൻ എന്ന് പറഞ്ഞത്. സന്താൽ റിബിലിയൻ എന്ന് പറഞ്ഞാൽ 1855 മുതൽ 1856 വരെയാണ്. എന്തിനൊക്കെതിരെയായിരുന്നു സന്താൽ റിബിലിയൻ നടന്നത്, സെമീന്ദാരി സിസ്റ്റം കൊണ്ടുവന്നു. ഇംഗ്ലീഷുകാർ സെമീന്ദാരി സിസ്റ്റം കൊണ്ടുവന്നു. അതുപോലെ തന്നെ അവരുടെ ലാൻഡിൽ കയറി ഇടപെടാൻ തുടങ്ങി. അങ്ങനെ ഔട്ട്സൈഡേഴ്സ് അല്ലേ, ഔട്ട്സൈഡേഴ്സ് അവർ വിളിച്ചിരുന്ന പേര് ഡിക്കു എന്നാണ്. അപ്പോൾ 30 ജൂൺ 1855 എന്താണ്, രണ്ട് സന്താൽ ബ്രദേഴ്സ്, രണ്ട് സന്താൽ സഹോദരൻ ആരൊക്കെയാണ് പറഞ്ഞ, സിദ്ധു മുർമും കൺഹു മുർമും ചേർന്നാണ് എന്ത്, ഈ റിബിലിയൻ, ഈ ഒരു കലാപം നയിക്കുന്നത്. ഓക്കെ, ഈ ഒരു കലാപം നയിക്കുന്നത് അങ്ങനെയാണ്. അങ്ങനെ ബ്രിട്ടീഷ് എന്ത് ചെയ്യുന്നുണ്ട്, ഇവരുടെ മുന്നിൽ പിടിച്ചിരിക്കാൻ കുറച്ച് പാടുപെടുന്നുണ്ട്. ഒരു ആക്ട് പാസ്സാക്കുന്നുണ്ട്. അതാണ് സന്താൽ പർഗൻസ് ടെനൻസി ആക്ട് 1876. അതിനകത്താണ് ഇവർക്ക് കുറച്ച് സംരക്ഷണം നൽകുന്നത്. ഇവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നത് ഈ ഒരു ടെനൻസി ആക്ടിലാണെന്ന് മനസ്സിലാക്കാം. ഇനി അടുത്ത ഖാസി അപ്രൈസിംഗ്. ഖാസി അപ്രൈസിംഗ് എന്ന് പറയുന്നത് മേഘാലയ, ആ രാജ്മഹൽ ഏരിയയിൽ തന്നെയുള്ള ഒരു ട്രൈബാണ് എന്ത്, ഖാസി എന്ന് പറയുന്നത്. അവരുടെ യുദ്ധമാണ് പറയുന്നത്. അത് എന്നാ നടന്നത്, 1829 1832 1832 ഖാസി അപ്രൈസ് നടക്കുന്നത്. അതും എന്താണ്, എഗെയിൻസ്റ്റ് ഔട്ട്സൈഡേഴ്സ് ആണ് അല്ലേ. എഗെയിൻസ്റ്റ് ഔട്ട്സൈഡേഴ്സ് ആണ് വിളിച്ചത്. കാരണം അവരുടെ കാടിനുള്ളിൽ കയറി ഇവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യുമ്പോൾ അവർക്കെതിരെ തുടങ്ങിയതാണ്. ഇങ്ങനെയാണ് ഓരോ ട്രൈബ്സ് യുദ്ധം ചെയ്തതിന്റെ മെയിൻ കാര്യം അതാണ്. അവരത്രയും നാളെ എൻജോയ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഫ്രീഡം ഉണ്ടായിരുന്നു. അവിടെ കയറി കാടിനകത്തുള്ളിൽ കയറി അവരുടെ റൈറ്റ്സ് എടുത്ത് കളയും, അല്ലെങ്കിൽ ഇന്ന സാധനം ഒരു പുതിയ ആക്ടുകളൊക്കെ പാസ്സാക്കി നിങ്ങൾക്ക് ഈ ഫോറസ്റ്റിൽ നിന്നുള്ള പ്രൊഡ്യൂസുകളൊന്നും എടുക്കാൻ പറ്റില്ല, അങ്ങനെ സെമീന്ദാരി സിസ്റ്റം കൊണ്ടുവരാം. അങ്ങനത്തെ കാരണങ്ങൾക്കെതിരാണ് ട്രൈബ്സ് യുദ്ധം എടുക്കുന്നത് അല്ലെങ്കിൽ ആയുധം എടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതും അതന്നെ എല്ലാ ട്രൈബിലും കോമൺ ആയ കാരണമാണ് എഗെയിൻസ്റ്റ് ഔട്ട്സൈഡേഴ്സ്. അപ്പൊ ഇവിടെ എന്താണ്, എഗെയിൻസ്റ്റ് ഔട്ട്സൈഡേഴ്സ്. അതാരാണ്, ബ്രിട്ടീഷുകാരാണ് അല്ലേ. അപ്പൊ ലീഡ് ചെയ്ത് ആരാണ്,
തിരത് സിംഗ് അല്ലെങ്കിൽ തിരുത് സിംഗ്. ഓക്കെ, ഇത് ലീഡ് ചെയ്തത് തിരത് സിംഗ് അഥവാ തിരുത് സിംഗ് എന്ന് പറയുന്ന ആൾക്കാരാണ് കാസി അപ്രൈസിംഗ്. ഇനി കാസി അപ്രൈസിംഗ് എന്നാ നടന്നത് 1829 1832 ആണെന്ന് മനസ്സിലാക്കുക. ക്ലിയർ ആണല്ലോ. പക്ഷെ എന്ത് ചെയ്തു, ഇംഗ്ലീഷ് മിലിറ്ററി ഇത് എന്ത് ചെയ്യുന്നുണ്ട്, സപ്രസ് ചെയ്യുന്നുണ്ട്, ഇതിനെ അടിച്ചമർത്തുന്നുണ്ട്. കാസി അപ്രൈസിംഗ് 1829 കാസി അപ്രൈസിംഗിനെ നല്ല രീതിയിൽ ഇവർ അടിച്ചമർത്തുന്നു മനസ്സിലാക്കുക. ഇത് ലീഡ് ചെയ്ത ആരാണ്, തീരത് സിംഗ്, അതിൽ തിരുത് സിംഗ് എന്ന് പറയുന്ന ആൾക്കാരാണ് ഇത് ലീഡ് ചെയ്തതെന്ന് മനസ്സിലാക്കുക, കാസി അപ്രൈസിംഗ്. ഇനി അടുത്ത കോണ്ട് അപ്രൈസിംഗ്. കോണ്ട് അപ്രൈസിംഗ് എന്ന് പറയുന്നത് സെയിം സാധനം തന്നെയാണ്. സെയിം സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഔട്ട്സൈഡേഴ്സിനെതിരെ തന്നെയാണ്. അത് കോമൺ കാരണമാണ് എല്ലാത്തും. എന്നാ നടക്കുന്നത് 1837 1856 കോണ്ട് അപ്രൈസിംഗ് നടക്കുന്നത്. കോണ്ട് അപ്രൈസിംഗ് നടക്കുന്നത് 1837 1856 പറയാം. ഈ മൂവ്മെന്റ് ലീഡ് ചെയ്ത ആരാ, ചക്ര ബിഷോയ്, രാധാകൃഷ്ണ ദണ്ഡസേന. ക്ലിയർ ആയോ? ഈ മൂവ്മെന്റ് ലീഡ് ചെയ്ത് ചക്ര ബിസോയ്, രാധാകൃഷ്ണ ദണ്ഡസേനയാണ് കോണ്ട് അപ്രൈസിംഗ് ലീഡ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാം. ക്ലിയർ ആയോ? കോണ്ട് അപ്രൈസിംഗ് നടക്കുന്നതെന്നാണ് 1837 1856 ഈ മൂവ്മെന്റ് ലീഡ് ചെയ്ത് ചക്ര ബിസോയ്, രാധാകൃഷ്ണ ദണ്ഡസേനയാണെന്ന് നോക്കാം. ഇനി എന്താണ് മെയിൻ ഇഷ്യൂ? എന്താണ് മെയിൻ ഇഷ്യൂ? സംഭവത്തിലുള്ള അറ്റംപ്റ്റ് ബൈ ദ ഗവൺമെന്റ് ടു സപ്രസ് ഹ്യൂമൻ സാക്രിഫൈസ്. അന്ന് വരെ അവർ കൊണ്ടുവന്ന ഒരു സംഭവമായിരുന്നു നരബലി എന്ന് പറയുന്നത് അല്ലെ, ഹ്യൂമൻ സാക്രിഫൈസ്. അവരുടെ ഒരു ആചാരമായിരുന്നു. ഇന്ന് അത് കുറ്റമാണ്, ശരിയാണ്. ഞാൻ പറഞ്ഞത് ബ്രിട്ടൻകാർ വന്നതിൽ കുറച്ചൊക്കെ ഗുണം നമുക്ക് ഉണ്ടായിട്ടുണ്ട്, ഇല്ലാന്ന് ഒരിക്കലും പറയില്ല. പക്ഷെ അന്ന് അവർ കൊണ്ടുവന്നിരുന്ന ഒരു കൾച്ചറായിരുന്നു ഇത് ഹ്യൂമൻ സാക്രിഫൈസ് എന്ന് പറയുന്നത്. അപ്പം അതിനെ വിളിച്ചിരുന്ന പേരാണ് മറിയ എന്ന് പറയുന്നത്. അത് എന്ത് ചെയ്യുന്നു, അറ്റംപ്റ്റ് ബൈ ഗവൺമെന്റ് ടു സപ്രസ്. ഈ പറയുന്ന ഹ്യൂമൻ സാക്രിഫൈസ് അടിച്ചമർത്താൻ ആര് നോക്കി? ഗവൺമെന്റ്. അതായത് അവരുടെ കൾച്ചറിൽ കയറി ഇടപെടാൻ ആര് നോക്കി? ബ്രിട്ടീഷ് ഗവൺമെന്റ് നോക്കി. അത് ഒന്ന് കാരണം. രണ്ടാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ ഇൻട്രൊഡക്ഷൻ ഓഫ് ന്യൂ ടാക്സസ്, പുതിയ ടാക്സസ് കൊണ്ടുവന്നത് രണ്ടാമത്തെ കാരണം. മൂന്നാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ ഇൻഫ്ലക്സ് ഓഫ് ദി സെമീന്ദാസ് ആൻഡ് സഹോദർസ് അല്ലേ, നമ്മൾ നേരത്തെ ഔട്ട്സൈഡേഴ്സ്, അവരുടെ ഇൻഫ്ലുവൻസ്, അതാണ് മൂന്നാമത്തെ കാരണം. ഓക്കെ, ഇതാണ് എന്ത് കോണ്ട് അപ്രൈസിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, കോണ്ട് അപ്രൈസിംഗ് നടക്കുന്നത് എന്താണ് 1837 1856 കാലഘട്ടത്തിലാണ് ഈ മൂവ്മെന്റ് ലീഡ് ചെയ്ത ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചക്ര ബിസോയ് ആൻഡ് രാധാകൃഷ്ണ ദണ്ഡസേന എന്ന് പറയാം. ഓക്കെ, മെയിൻ കാരണങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇതാണ് എന്ത് കോണ്ട് അപ്രൈസിംഗ് എന്ന് പറയുന്നത്. അടുത്ത മുണ്ട അപ്രൈസിംഗ് ഇമ്പോർട്ടൻ്റ് ആണ്. മുണ്ട അപ്രൈസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലെ മെയിൻ റീസൺസ് ഇതെന്താ നടക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ 1899 1900 അല്ലെ, 1899 1900 എന്ത് നടക്കുന്നത്, മുണ്ട കലാപം നടക്കുക അല്ലേ. നമ്മൾ കേട്ടിട്ടുണ്ട് ബിർസ മുണ്ട എന്നൊക്കെ പറയുന്ന ആൾക്കാർ കേട്ടിട്ടില്ലേ. അപ്പം മുണ്ട അപ്രൈസിംഗ് നടക്കുന്നത് 1899 1900 മനസ്സിലാക്കുക. അപ്പം ഇതിന്റെ മെയിൻ കാരണം, ഇതിന്റെ റീസൺസ് എന്ന് പറയുന്നത് എന്താണ്, കുൻകാട്ടി സിസ്റ്റം. കുൻകാട്ടി സിസ്റ്റം എന്ന് പറയുന്നത് ജോയിന്റ് ഹോൾഡിംഗ് ബൈ ദ ട്രൈബൽ ലീനേജസ്. ജോയിന്റ് ഹോൾഡിംഗ് ബൈ ദ ട്രൈബൽ ലീനേജസ്, അതായത് അവരുടെ തലമുറകൾക്കെല്ലാം എന്താ പാർട്ണർഷിപ്പിൽ, ഈക്വൽ പാർട്ണർഷിപ്പിൽ ലാൻഡുകൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. ആ സിസ്റ്റം മാറ്റിയിട്ട് എന്ത് കൊണ്ടുവന്നു ബ്രിട്ടീഷുകാർ? സെമീന്ദാരി സിസ്റ്റം കൊണ്ടുവന്നു. അത് സമ്മതിക്കോ? കാരണം അവർ അത്രയും നാളെ എൻജോയ് ചെയ്യുന്ന എല്ലാവർക്കും ഈക്വൽ ആയിട്ട് ലാൻഡ് കൊടുക്കുക, അവർ അച്ഛൻ്റെ സ്വത്തുക്കൾ ഈക്വൽ ആയിട്ട് എല്ലാവർക്കും എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഒരു സംഭവം മാറ്റിയിട്ട് അതിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് എന്ത് വന്നു, സെമീന്ദാരി സിസ്റ്റം നടപ്പിലാക്കാൻ ശ്രമിച്ചു. അപ്പോൾ ആ സെമീന്ദാരി സിസ്റ്റം നടപ്പിലാക്കേണ്ട അടിസ്ഥാനത്തിൽ എന്ത് ചെയ്തു, ബിർസ മുണ്ടയുടെ നേതൃത്വത്തിൽ റിവോൾട്ട് തുടങ്ങി. ക്ലിയർ? അത് മാത്രമല്ല എന്തുണ്ടായിരുന്നു, ഫോഴ്സ്ഡ് ലേബർ. അതിനെ പറയുന്ന പേരാണ് ബെത്ത് ബെഗാരി എന്ന് പറയുന്നത്. അവരുടെ ഭാഷയിൽ ബെത്ത് ബെഗാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ്ഡ് ലേബർ. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് മുണ്ട കലാപം നടന്നത്. ഓക്കെ, ഒന്നെന്ന് പറയുന്നത് കുൻകാട്ടി സിസ്റ്റം അല്ലെങ്കിൽ ജോയിന്റ് ഹോൾഡിംഗ് അല്ലേ, അവർ അത്രയും നല്ല ഈക്വൽ പാർട്ണർഷിപ്പിൽ ഡിവൈഡ് ചെയ്തിരുന്ന ആ സ്വത്ത് വകകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിട്ട് റീപ്ലേസ് ചെയ്തു, സെമീന്ദാരി ടെനൻസി സിസ്റ്റമായിട്ട് റീപ്ലേസ് ചെയ്തു. ഓക്കെ, അതായത് സെമീന്ദാരി ടാക്സുകൾ കളക്ട് ചെയ്യുന്ന രീതിയിലാക്കി. പിന്നെ പുതിയ ടാക്സുകൾ കൊണ്ടുവന്നു. രണ്ടാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ എന്താ, ബെത്ത് ബെഗാരി, അതായത് ഫോഴ്സ്ഡ് ലേബർ അല്ലേ, ഫോഴ്സ്ഡ് ലേബർ നടപ്പിലാക്കി. അപ്പൊ അതും ഒരു കാരണമായി. അപ്പം ബിർസ മുണ്ടയുടെ നേതൃത്വത്തിൽ എന്ത് വന്നു, മുണ്ട അപ്രൈസിംഗ്. എന്നാ നടന്നതെന്ന് ചോദിച്ചാൽ 1899 1900 മനസ്സിലാക്കാം. ക്ലിയർ ആയല്ലോ? ഓക്കെ അല്ലേ? അതിന്റെ അടിസ്ഥാനത്തിൽ ഇതിന്റെ എന്താ ഫലം ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിർസ ജയിലിൽ വെച്ച് ബിർസയെ അറസ്റ്റ് ചെയ്യുന്നുണ്ട്, ജയിലിൽ വെച്ച് മരിക്കുന്നുണ്ട്. ഗവൺമെന്റ് എന്ത് ചെയ്തു, ഗവൺമെന്റ് പുതിയൊരു ആക്ട് കൊണ്ടുവന്നു, ഛോട്ടാ നാഗ്പൂർ ടെനൻസി ആക്ട് 1908. നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ആക്ട് ഇല്ലേ, ടെനൻസി ആക്ട് പറഞ്ഞില്ലേ, അതുപോലെ ഇവിടെ ഒരു ആക്ട് കൊണ്ടുവന്നു. ഏതാ, ഛോട്ടാ നാഗ്പൂർ ടെനൻസി ആക്ട് 1908. അതായത് അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു ആക്ട് ആയിരുന്നു ഛോട്ടാ നാഗ്പൂർ ടെനൻസി ആക്ട് 1908 എന്ന് പറയുന്നത്. ഓക്കെ, മാത്രമല്ല റെക്കഗ്നൈസ്ഡ് എന്ത്, കുൻകാട്ടി റൈറ്റ്സ്. ഈ സിസ്റ്റം, കുൻകാട്ടി സിസ്റ്റം അവരെ എന്ത് ചെയ്തു, അവർ അംഗീകരിച്ചു. അവർക്ക് ഇനി ആ സിസ്റ്റമായിട്ട് മുന്നോട്ട് പോകാം. ഓക്കെ, അപ്പൊ ഇത് മാറ്റിയാണല്ലോ യുദ്ധം തുടങ്ങിയത്. അപ്പം ഗവൺമെന്റ് അവസാനം അവർക്ക് വേണ്ടി വഴങ്ങി കൊടുത്തു. അതാണ് എന്ത്, മുണ്ട അപ്രൈസിംഗ്. അപ്പൊ അതൊരു വിജയകരമായ ഒരു റിവോൾട്ട് ആയിരുന്നു മുണ്ട അപ്രൈസിംഗ് എന്ന് പറയുന്നത്. എന്നാ നടന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, 1899
100 എന്ന് മനസ്സിലാവും. അവരുടെ ഭാഷയിൽ ഈ അപ്രൈസിനെ വിളിക്കുന്ന പേരാണ് ഉൾഗുലാൻ എന്ന് പറയുന്നത്. മുണ്ട ഉൾഗുലാൻ. ഓക്കെ, അപ്രൈസിങ്ങിന് പറയുന്ന പേരാണ് ഉൾഗുലാൻ എന്ന് പറയുന്നത്. ട്രൈബൽ വാക്കാണ് ഉൾഗുലാൻ. ഓക്കെ അല്ലേ? ക്ലിയർ ആയോ? അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും നമ്മൾ ജസ്റ്റ് ഒന്ന് ട്രൈബൽ റിവോൾട്ടിൻ്റെ ഇനി അടുത്ത് നമ്മൾ 1857 റിവോൾട്ടിൻ്റെ കാര്യത്തിലോട്ടാണ് നമ്മൾ പോവുക. അതിന് വരും ക്ലാസ്സുകൾ ഇനി നിങ്ങൾക്ക് ഏത് ഡേ ആണോ വരുന്നത് അതിനനുസരിച്ച് പറയും. ഓക്കെ, അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് മനസ്സിലാക്കുന്നു. ഇതുപോലെ കഥ പോലെ നിങ്ങൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ഇയർ ഓർത്ത് വയ്ക്കാം, ഇതിൽ ലീഡ് ചെയ്ത് ആരാന്ന് ഓർത്ത് വയ്ക്കാം. 2-3 വട്ടം റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. അതുകൊണ്ട് ഇതൊരു വലിയ ബാലികേറ മലയാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഹിസ്റ്ററി പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് സാറേ, ഈ വർഷങ്ങൾ ഓർത്തിരിക്കാൻ പറ്റുന്നില്ല, ഇതൊന്നും ചോദിച്ചാൽ ഒരു സിനിമ കാണുന്ന പോലെ ഈ കഥകളൊക്കെ ഒന്ന് വായിച്ച് വെക്കുക. ഓക്കെ, അതിന് ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ ആൾക്കാരുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ പറയുന്ന പോലെ നിങ്ങളത് കേട്ട് കഥയൊക്കെ പഠിച്ച് നിങ്ങളത് നല്ല രീതിയിൽ അത് വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഓക്കെ, ഹാപ്പി ലേണിംഗ്. എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. എക്സാംസ് ഒക്കെ അടുത്ത് വരിക. ഓക്കെ, അപ്പോൾ താങ്ക് യു.